വൈബ്സിലേക്ക് സ്വാഗതം. മോർണിംഗ് വൈബ്സ് ഇന്ന് വീണ്ടും പ്രവൃത്തി ദിവസത്തിലേക്ക് എല്ലാവരും എത്തുമ്പോൾ എല്ലാവർക്കും നല്ലൊരു ആഴ്ച ആശംസിക്കുന്നു. നമ്മൾ ഈ ദിവസങ്ങളായി ഷിരൂരിലെ അർജുന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഇങ്ങനെ തുടരുകയാണ്. പക്ഷേ ഇനിയും നമുക്ക് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്നൊക്കെ എന്താണ് രക്ഷാദൗത്യം എന്നൊക്കെ ആലോചിക്കുക തന്നെ പ്രയാസകരമാണ്. തൃശ്ശൂരിൽ നിന്ന് മണ്ണുമാന്തി യന്ത്രം, അതായത് ഈ ഡ്രഡ്ജറോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന മണ്ണുമാന്തി യന്ത്രമൊക്കെ എത്തിച്ച ശേഷം മാത്രമായിരിക്കും ഇനി ആ ദൗത്യം തുടരുക എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത്. നമുക്ക് കാത്തിരിക്കാം എന്താണ് കർണാടകയുടെ പ്ലാൻ എന്നുള്ളത്. എന്തായാലും തെരച്ചിൽ അവസാനിപ്പിക്കരുത് എന്നുള്ളത് ഇന്നലെ തന്നെ കുടുംബം ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇനി പാരീസ് ഒളിമ്പിക്സിലേക്ക് പോയാൽ അവിടെ ഇന്ന് പ്രതീക്ഷയുടെ ഒരുപാട് ഇനങ്ങളുണ്ട്. ഷൂട്ടിംഗ് റേഞ്ച് തന്നെയാണ് പ്രധാന ഉന്നം. അപ്പോൾ ആ ലക്ഷ്യത്തിലേക്കൊക്കെ നമുക്ക് എത്താൻ കഴിയട്ടെ എന്ന് ആശംസിക്കുക. എന്നാൽ നമ്മൾ ആദ്യം തന്നെ ഷിരൂരിലേക്ക് പോവുകയാണ്. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായിട്ടുള്ള കോഴിക്കോട് സ്വദേശി അർജുന് വേണ്ടി ഗംഗാവലി നദിയിൽ ഇറങ്ങിയുള്ള പരിശോധന ഇന്നുണ്ടായേക്കില്ല. ഗംഗാവലി നദിയിൽ അടിയൊഴുക്ക് ശക്തമാണ്. പുഴയിൽ രൂപപ്പെട്ട മൺകൂന നീക്കം ചെയ്യുന്നതാകും രക്ഷാദൗത്യത്തിന്റെ അടുത്ത ഘട്ടം. ഇതിനായി തൃശൂരിൽ നിന്ന് ഡ്രഡ്ജിംഗ് യന്ത്രം എത്തിക്കും. അതേസമയം കരസേനയുടെ തെരച്ചിൽ തുടരും. അടച്ചിട്ട ദേശീയപാത ഇന്ന് തുറന്നേക്കും. എസ് വിനേഷ് കുമാറാണ് ഷിരൂരിൽ നിന്ന് ചേരുന്നത്. വിനേഷ്, ഗുഡ് മോർണിംഗ്. ദിവസങ്ങളായി നമ്മളവിടെ തെരച്ചിലിന്റെ വലിയൊരു കാത്തിരിപ്പിന്റെ ഒക്കെ നിമിഷങ്ങളായിരുന്നു. പക്ഷേ ആ തെരച്ചിലിന്റെ സാഹചര്യമൊക്കെ അവസാനിക്കുന്നു. ഇന്ന് എന്താണ് പദ്ധതി ഇരുന്നത്? അവിടെ എന്താണ് ഇന്ന് ഈ പുഴയിലോ കരയിലോ ആയിട്ട് നടക്കാൻ പോകുന്ന കാര്യങ്ങൾ? എൽദോ, ഗുഡ് മോർണിംഗ്. ഇന്ന് പ്രധാനമായും കരയിലാണ് തെരച്ചിലുണ്ടാവുക. കരയിൽ കരസേനയുണ്ട്. കാരണം അവിടെ റോഡിലും മറ്റും വന്നിരിക്കുന്ന കല്ലും മണ്ണും ഒക്കെ പരമാവധി നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് ഈ ദേശീയപാതയിലാണ്. ഈ ദേശീയപാതയിലൂടെ ദേശീയപാത തൊട്ടപ്പുറത്ത് അടച്ചിട്ടുണ്ട്. ഒരു 3 കിലോമീറ്റർ അപ്പുറത്ത് അടച്ചിരിക്കുകയാണ്. ആ ദേശീയപാത ഇന്ന് തുറന്നു കൊടുക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകും. ഇപ്പോൾ വാഹനങ്ങൾ മറ്റൊരു വഴിക്കാണ് കടത്തി വിട്ടുകൊണ്ടിരിക്കുന്നത്. അതായത് പ്രധാന പാതയാണെന്ന് ഗോവ മംഗലാപുരം പ്രധാന പാതയാണത്. ഒപ്പം തന്നെ മഹാരാഷ്ട്രയിലേക്ക് പോകുന്ന റോഡ് കൂടിയാണിത്. ഇത് അങ്കോളയിൽ നിന്ന് തിരിഞ്ഞു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര ഇതിലേക്ക്, അതായത് മുംബൈയിലേക്ക് തിരിയും. മറ്റൊരു ഭാഗത്തു നിന്ന് നേരെ പോയി കഴിഞ്ഞാൽ ഗോവ. അങ്ങനെയാണ് ഈ റോഡിൻ്റെ പ്രത്യേകത. ഇത് ദിവസങ്ങളായി 2 ആഴ്ചയായി ഈ റോഡ് അടച്ചിട്ടിരിക്കുകയാണ്. ഇത് പൂർണ്ണമായും ഇതിലെ മണ്ണുകളെല്ലാം കല്ലും ഏറെക്കുറെ നീക്കിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു പ്രവർത്തനങ്ങളായിരിക്കും ഇന്ന് പ്രധാനമായും കരസേന ചെയ്യുക. ഒപ്പം തന്നെ നാവികസേനയും മറ്റുള്ള സംവിധാനങ്ങളും എല്ലാം തന്നെ അവിടെ ഉണ്ട്. അവരെല്ലാം തന്നെ അടുത്ത ദിവസങ്ങളിലും അവിടെ ഉണ്ടാവും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. പക്ഷേ നദിയിലിറങ്ങിയുള്ള തിരച്ചിൽ ഉണ്ടാവില്ല ഇന്നു മുതൽ എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. കാരണം ഗംഗാവലി നദിയിൽ ഇപ്പോഴും ശക്തമായ അടിയൊഴുക്കുണ്ട്. അടിയൊഴുക്ക് മാത്രമല്ല, കലങ്ങി മറിഞ്ഞുകൊണ്ടാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ രക്ഷാദൗത്യം അസാധ്യമായ ഒരു കാര്യമാണ്. അത് ദുഷ്കരമാണ്. അതുകൊണ്ട് തന്നെ അത്തരം ഒരു നടപടി എന്തായാലും ഉണ്ടാവില്ല. ഡ്രഡ്ജിംഗ് മെഷീൻ കൊണ്ടുവരണമെങ്കിൽ തൃശ്ശൂരിൽ നിന്നാണ്. തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയിലാണ്. പക്ഷേ അവിടെ ഇതിൻ്റെ ടെക്നീഷ്യൻ സ്ഥലത്തില്ല. ടെക്നീഷ്യൻ എത്തിയ ശേഷം ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഈ ഗംഗാവലി പുഴയിലെ ആഴവും അതുപോലെ തന്നെ അതിൻ്റെ ആഴത്തിൻ്റെയും അതുപോലെ തന്നെ ഒഴുക്കും പരിശോധിക്കേണ്ടതുണ്ട്. പരിശോധിച്ച ശേഷമായിരിക്കും അവിടെ നിന്ന് ഈ ഡ്രഡ്ജിംഗ് നടത്താൻ കഴിയുന്ന യന്ത്രം കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അത് എത്രത്തോളം സാധ്യമാണ് എന്നുള്ളത് സംശയമുണ്ട്. കാരണം ഇത്രത്തോളം കുത്തിയൊഴുക്കുണ്ടാകുകയും പാലമുണ്ട്, 2 ഭാഗത്ത് പാലമുണ്ട്. ഇവിടെ ഈ സാധനം ഇറക്കാൻ കഴിയുമോ, ഈ യന്ത്രം ഇറക്കാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലൊരു സംശയം നിലനിൽക്കുന്നുണ്ട്. എന്തായാലും കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഇന്നലെ ഫിഷറീസ് മന്ത്രി മംഗൾ വൈദ്യയും അതുപോലെ തന്നെ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ ലക്ഷ്മി പ്രിയയുമായി ചർച്ച നടത്തിയിരുന്നു വൈകിട്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഡ്രഡ്ജിംഗ് ചെയ്യാം എന്നുള്ള ഇതിലേക്ക് പോകുന്നത്. അപ്പോഴും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള നടപടി തൽക്കാലത്തേക്ക് ഉണ്ടാവാൻ സാധ്യതയില്ല. അതായിരുന്നു ആദ്യം പറഞ്ഞിരുന്നത്. അതുണ്ടാവില്ല. പകരമാണ് ഈ ഡ്രഡ്ജിംഗ് ചെയ്യുക എന്നുള്ള അതിനുള്ള യന്ത്രമാണ് ഇങ്ങോട്ട് കൊണ്ടുവരേണ്ടത്. അതിനുള്ള എക്സ്കവേഷൻ മെഷീനാണ്. അത് ഒരു എക്സ്കവേറ്ററാണ് യഥാർത്ഥത്തിൽ. അത് വെള്ളത്തിൽ ഇറക്കാൻ കഴിയണം. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അത് സാധ്യമാകുമോ എന്നുള്ളത് കൃത്യമായി പരിശോധിച്ച ശേഷമായിരിക്കും അത് വെള്ളത്തിലിറക്കുക. എന്തായാലും അതിന് ഇവിടുന്ന് കർണാടകയിൽ നിന്നുള്ള ഈ ഉത്തര കന്നഡ ജില്ലാ കലക്ടർ തൃശ്ശൂർ ജില്ലാ കലക്ടർക്ക് ഇത് സംബന്ധിച്ച് കൃത്യമായി തന്നെ റിക്വസ്റ്റ് അയക്കേണ്ടതുണ്ട്. അവിടെ നിന്ന് അത് അനുവദിക്കണം. അത് അനുവദിച്ച് അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തിയായ ശേഷം മാത്രമേ ഇങ്ങോട്ട് കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ. അതുവരെ എന്തായാലും ദൗത്യം ഉണ്ടാവില്ല. എന്തായാലും പുഴയിൽ ഇപ്പോൾ നദിയിലിറങ്ങിയുള്ള ദൗത്യം ഇപ്പോൾ അസാധ്യമായ കാര്യമാണ് എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അത് വരും ദിവസങ്ങളിൽ ഇത് ഇനിയിപ്പോൾ ഡ്രഡ്ജിംഗ് നടത്തിയതിന് ശേഷമായിരിക്കും അതിന് ഉണ്ടാവുക എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. വിനേഷ്, പുഴയിൽ നിന്ന് പരിശോധന അത് ഉണ്ടാകില്ല. ഇനി ഡ്രഡ്ജിംഗ് യന്ത്രം തൃശ്ശൂരിൽ എത്തിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ഇനി ടെക്നീഷ്യൻ വന്നാൽ പോലും
എന്നത്തേക്ക് ആ സാഹചര്യം ഒരുക്കാൻ കഴിയുമെന്നുള്ളതാണ്. ഈ മറ്റു ചില റിപ്പോർട്ടുകളൊക്കെ വന്നത്, അതായത് സെപ്റ്റംബറിലോട് കൂടി ആണ് ആ പുഴയിൽ കാര്യമായിട്ടൊരു ജലനിരപ്പ് കുറയാനുള്ള സാഹചര്യം, അടിയൊഴുക്ക് കുറയാനുള്ള സാഹചര്യം, അപ്പോൾ പരിശോധന നടത്താം എന്നുള്ള ചിന്തയിലൊക്കെ കർണാടക പോയിട്ടുണ്ട് എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ ഇടപെടൽ വന്നുകൊണ്ട് ഇല്ല, തെരച്ചിൽ തുടരും എന്നുള്ള ഒരു നിലപാടിലേക്ക് എത്തി എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഈ തൃശ്ശൂരിൽ നിന്ന് ഈ മെഷീൻ എത്തിച്ച് അത് കൊണ്ടുള്ള പരിശോധന എന്നൊക്കെ അത് എപ്പോഴത്തേക്ക് സാധ്യമാകുമെന്നാണ് കർണാടക അധികൃതർ പറയുന്നത്? ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് തൃശ്ശൂരിൽ ഈ യന്ത്രം സജ്ജമാക്കി കഴിഞ്ഞിരിക്കുന്നു. എപ്പോൾ വേണമെങ്കിലും കർണാടകയ്ക്ക് ഇത് വിട്ടുകൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിൻ്റെ അനുമതി നൽകാതെ, പക്ഷേ ഇതുവരെയും ഇതിന് അനുമതി ആവശ്യപ്പെട്ടിട്ടില്ല. ഉത്തര കന്നഡ ജില്ലാ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള നടപടിക്രമങ്ങൾ ഈ മണിക്കൂറുകൾ, അതായത് ഇന്നായിരിക്കും ഒരു പക്ഷേ അതിൻ്റെ നടപടിക്രമങ്ങൾ ഉണ്ടാവുക, അത് തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു. കർണാടകയിൽ നിന്നുള്ള അനുമതി ലഭിച്ചു കഴിഞ്ഞാൽ ഉടൻ തന്നെ ഇതിവിടെ എത്തിക്കാൻ, ഡ്രഡ്ജിങ് മെഷീൻ ഇവിടെ എത്തിക്കാനുള്ള നടപടി ഉണ്ടാവും. കാർഷിക ഗവേഷണ കേന്ദ്രവും കാർഷിക യന്ത്രവൽക്കരണ മിഷനും ചേർന്ന് പ്രത്യേകം തയ്യാറാക്കിയ ജലോപരിതലത്തിൽ സഞ്ചരിക്കുന്ന ഒരു ഡ്രഡ്ജിങ് യന്ത്രമാണിത്. അതുകൊണ്ട് തന്നെ ഇത് എത്രയും പെട്ടെന്ന് ഇത് കർണാടകയ്ക്ക് വിട്ടുകൊടുക്കാൻ കേരളം തയ്യാറാണ്. കോഴിക്കോട് മറൈൻ ഇൻഡസ്ട്രിയിൽ നിന്ന് തയ്യാറാക്കിയ ഈ അത്യാധുനിക യന്ത്രം അവിടെ തയ്യാറായി കഴിഞ്ഞു. അതിൻ്റെ ടെക്നീഷ്യൻ ഉൾപ്പെടെയുള്ള ആളുകളുമായി കേരളം സംസാരിച്ചു കഴിഞ്ഞിരിക്കുന്നു. എത്രയും പെട്ടെന്ന് ആ ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഇത് പരിശോധിച്ച് അത് ഇവിടെ കൊണ്ടുവരാൻ കഴിയും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ എടുത്തു പറയേണ്ട കാര്യം. പക്ഷേ അപ്പോഴും കർണാടകയുടെ ഭാഗത്ത് നിന്ന് ഉള്ള ഒരു നീക്കം ഉണ്ടാവണം. അത് എന്നുണ്ടാവും എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. കാരണം കർണാടക തൽക്കാലത്തേക്ക് നദിയിലിറങ്ങിയുള്ള ഇത് നിർത്തിവെച്ചിരിക്കുന്നു. ഇറങ്ങിയുള്ള രക്ഷാദൗത്യം നിർത്തിവെച്ചൊരു സാഹചര്യത്തിൽ ഇന്ന് ഉത്തര കന്നഡ ജില്ലാ കളക്ടറുടെ നീക്കം അനുസരിച്ചായിരിക്കും അടുത്ത ദിവസം തൃശ്ശൂരിൽ നിന്ന് ആ യന്ത്രം എത്തിക്കുക. അല്ല വിനേഷ്, ഇത് കരമാർഗമല്ലേ ഈ മെഷീൻ കൊണ്ടുവരാനുള്ള സാധ്യത? അല്ലാതെ ജലമാർഗം കൊണ്ടുവരിക അത് വീണ്ടും ദൈർഘ്യമേറിയ ഒരു പ്രക്രിയയല്ലേ? എപ്പോഴത്തേക്ക് എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തുന്നുണ്ടോ അവിടെ? എന്തോ അത് എപ്പോഴത്തേക്ക് എന്നുള്ളത് കർണാടകയാണ് ഇനിയിപ്പോൾ അതിനടുത്ത് ഒരു തീരുമാനമെടുക്കേണ്ടത്. ജില്ലാ കളക്ടർ കൃത്യമായി റിക്വസ്റ്റ് കൊടുക്കാൻ തയ്യാറാവണം. അവർക്ക് ഇത് എത്രയും പെട്ടെന്ന് ഇവിടെ എത്തിക്കുന്നതിനുൾപ്പെടെ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ടെക്നീഷ്യൻ ഇവിടെ വരും. ടെക്നീഷ്യൻ ഇവിടെ വന്നതിന് ശേഷം പരിശോധിച്ച ശേഷമായിരിക്കും നടപടി. പക്ഷേ അപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ കുത്തിയൊഴുക്കിൽ, അതായത് ഈ ഗംഗാവാലി പുഴ ഇപ്പോൾ അതിൻ്റെ ഏറ്റവും രൗദ്രഭാവം ത്തിലാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, കലങ്ങി മറിഞ്ഞാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ ഈ കുത്തൊഴുക്കിൽ അതായത് ഇന്നലെ 8 നോട്ട്സിൻ്റെ മുകളിലാണ് അടിയൊഴുക്ക് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ഇതിനകത്ത് ഇത് വെച്ച് രക്ഷാദൗത്യം നടത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിലുള്ള സംശയം ഇന്നലെ അത് ചർച്ചയായിരുന്നു. ഇന്നലെ മീറ്റിങ്ങിൽ അത് പ്രധാനമായും അത് ചർച്ചയായിരുന്നു. കാരണം മറ്റൊരു സാഹചര്യമല്ല, ഒരുപക്ഷേ കുറച്ചുകൂടെ വെള്ളം കുറഞ്ഞതിന് ശേഷം ഇതുമായി മുന്നോട്ട് പോയാൽ മതി എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിച്ചേരാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം അത്രത്തോളം മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ രക്ഷാദൗത്യം നടത്താൻ കഴിയില്ല. തൊട്ടപ്പുറത്തുള്ള കുന്ന് ഇടിഞ്ഞതിൻ്റെ ബാക്കി ഭാഗങ്ങൾ വിണ്ട് കീറി നിൽക്കുന്ന ഒരു സ്ഥിതി അവിടെ നമുക്ക് ഇന്നലെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ അവിടെ വീണ്ടും ഇടിയാനുള്ള സാധ്യതയുണ്ട്. കല്ലും മണ്ണും എല്ലാം തന്നെ കുത്തിയൊലിച്ച് വീണ്ടും പുഴയിലേക്ക് പോകേണ്ട ഒരു സ്ഥിതി അവിടെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ ഇനിയിപ്പോൾ എന്താണ് ചെയ്യാൻ കഴിയുക? അവിടെ റീറ്റെയിനിങ് വാൾ ഉൾപ്പെടെ നിർമ്മിക്കുന്നതൊക്കെ എന്തായാലും ആലോചനയിലുണ്ട് എന്ന് തന്നെയാണ് കർണാടകയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം. പെട്ടെന്ന് അവിടെ നദിയിലേക്ക് ഇനിയിപ്പോൾ ശക്തമായ മഴ തുടരുകയാണെങ്കിൽ നദിയിലിറങ്ങാൻ കഴിയില്ല. ഇവിടെ ഓറഞ്ച് അലർട്ടാണ്. ഈ ഓറഞ്ച് അലർട്ട് കഴിയുന്നത് വരെയെങ്കിലും ഒരു പക്ഷേ കർണാടകം ഈ നദിയിലുള്ള രക്ഷാദൗത്യം നിർത്തിവെക്കാനുള്ളൊരു സാധ്യത കൂടുതലാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ നദിയിലെ ഒഴുക്ക് അതിങ്ങനെ ശക്തമായി തുടരുന്നു. വിനേഷ്, എന്നാലും ആ തൃശ്ശൂരിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഷിരൂരിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. അവരവിടെ ഒന്ന് പരിശോധന നടത്തട്ടെ, എത്രയും പെട്ടെന്ന് തന്നെ ആ മെഷീൻ ഇവിടെ എത്തിക്കാൻ കഴിയട്ടെ. അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ, അങ്ങനെയാണെന്ന് തോന്നുന്നു ആ മെഷീൻ്റെ പേര്. ഈ മെഷീൻ വന്നാലും വിനേഷ്, ഇത് എത്രമാത്രം സാധ്യമാണ്? ഇതിനപ്പുറത്തേക്ക് ഇപ്പോൾ നമ്മൾ കാണാറില്ല, ഇപ്പോൾ കൊച്ചിയിലൊക്കെ കടലിലൊക്കെ ഡ്രഡ്ജിങ് നടത്തുന്ന മെഷീനറി ഉണ്ട്. ആ മെഷീനറി അവിടെ എത്തിക്കുക അത് സാധ്യമാണോ? ഇപ്പോൾ പ്രേക്ഷകർ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ മെഷീനാണ് ഈ അഗ്രോ ഡ്രഡ്ജ് ക്രാഫ്റ്റ് മെഷീൻ. ഓക്കെ, ഈ മെഷീൻ കൊണ്ട് അവിടെ പരിശോധന നടത്തുക എന്നുള്ളതാണ് ലക്ഷ്യമിടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാലും അവിടുത്തെ ടെക്നീഷ്യൻസ് ഉൾപ്പെടെ ഷിരൂരിലേക്ക് പുറപ്പെട്ടു എന്നുള്ള വിവരം വരുന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ അവരവിടെ എത്തിച്ചേരുമായിരിക്കും. പരിശോധന നടത്താൻ കഴിയുമോ എന്നറിയില്ല. ഇന്ന് വൈകിട്ടാണ് എത്തുന്നതെങ്കിൽ അവിടുത്തെ സാഹചര്യം എന്നാണ് വിലയിരുത്തും എന്നാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ വിനേഷ്, ഈ മറ്റ് സാഹചര്യങ്ങളൊന്നും പരിശോധിക്കുന്നില്ല. ഈ മെഷീൻ അത് വെള്ളത്തിലൂടെ സഞ്ചരിക്കാൻ കഴിയുന്ന മെഷീനാണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത.
അതിനപ്പുറത്തേക്ക് ഇപ്പോൾ എം ഇന്ദ്രപാലൻ നമ്പ്യാരൊക്കെ പറഞ്ഞൊരു കാര്യം, ഈ വലിയ ജങ്കാറിൽ ഈ എക്സ്കവേറ്ററുകൾ, അത് നീളൻ കൈകളുള്ള ഈ ബൂം എക്സ്കവേറ്റർ പോലുള്ള സാഹചര്യം ഒരുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ അത് കുറച്ചുകൂടി സാധ്യത കൂട്ടും എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിലേക്കൊന്നും പോകാത്തത് എന്തുകൊണ്ടായിരിക്കും? എന്തായാലും കർണാടക അത്തരം നീക്കങ്ങളിലേക്ക് പോയില്ല എന്നുള്ളൊരു വിമർശനം തന്നെയാണ് കേരളം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരുടെ രക്ഷാദൗത്യത്തിലൊന്നും യാതൊരു സംശയവുമില്ല. അവർ നല്ല രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോയി എന്നാണ് കേരളത്തിൽ നിന്നുള്ള MLA-മാരും മന്ത്രിമാരും പറഞ്ഞത്. കാരണം തുടക്കത്തിൽ ഒന്ന് രക്ഷാദൗത്യം ഉണ്ടായില്ല, ആദ്യം 2-3 ദിവസം, പിന്നെ അതിനുശേഷം കൃത്യമായി മാധ്യമങ്ങളുടെ ഇടപെടലും ഒപ്പം തന്നെ കേരള സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള സമ്മർദ്ദവും ശക്തമായപ്പോഴാണ് രക്ഷാദൗത്യം ഊർജിതമായത്. പക്ഷേ എന്നാൽ കഴിഞ്ഞ 2-3 ദിവസമായി ഇത് നിർത്തിവെക്കണം എന്നുള്ളതിലേക്ക് കർണാടകം മാറിയിട്ടുണ്ട്. കർണാടകം ഇനിയിപ്പോൾ പെട്ടെന്നൊന്നും ഒരുപക്ഷെ ഈ ഡ്രഡ്ജിങ് യന്ത്രം കൊണ്ടുവന്ന് പെട്ടെന്ന് വീണ്ടും തെരച്ചിൽ നടത്തുമോ എന്നുള്ള കാര്യത്തിലൊന്നും ഒരു വ്യക്തതയില്ല. കാരണം രക്ഷാദൗത്യം തൽക്കാലത്തേക്ക് നിർത്തിവെക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനി അത് കൊണ്ടുവരികയും മറ്റുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കിയ ശേഷമേ ഉണ്ടാവുകയുള്ളൂ. കലക്ടറുടെ ഭാഗത്ത് നിന്ന് എന്ത് നടപടി ഉണ്ടാവും എന്ന് നമുക്കിനി കാത്തിരുന്ന് കാണേണ്ടതുണ്ട്. അത്തരം നടപടിയിലേക്ക്, അതായത് ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഉൾപ്പെടെയുള്ള സംവിധാനം അതിൻ്റെ രാജസ്ഥാനിൽ നിന്ന് അതിൻ്റെ പാൻറ്റൂൺ കൊണ്ടുവരേണ്ടതുണ്ട്, ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ കൊണ്ടുവരേണ്ടതുണ്ട്. പക്ഷേ അത് എത്തിയിട്ടില്ല, രാജസ്ഥാനിൽ നിന്ന് എത്തിയില്ല. ഇവിടെ കാർവാറിലും ഈ ഫ്ലോട്ടിംഗ് പാൻറ്റൂൺ ഉള്ളതാണ്. പക്ഷേ അത് ഉപയോഗിക്കാൻ വിദഗ്ധരായ ആളുകളില്ല. അങ്ങനെ ഉള്ള പ്രശ്നങ്ങളെല്ലാം തന്നെ ധാരാളമുണ്ട്. അതിനിടയിലാണ് ഇന്നലെ അത് നിർത്തിവെക്കാൻ തീരുമാനിച്ചപ്പോൾ കേരളം മുന്നോട്ട് വെച്ചതാണ് ഡ്രഡ്ജിങ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിനാവശ്യമായ യന്ത്രസാമഗ്രികൾ, അതിൻ്റെ എക്യുപ്മെൻറ്റ്സ് എത്രയും പെട്ടെന്ന് അതിൻ്റെ മെഷീനറികൾ കൃത്യമായി പ്രവർത്തിപ്പിക്കുക. അത് കേരളത്തിൽ നിന്ന്, തൃശ്ശൂരിൽ നിന്ന് കൊണ്ടുവരാൻ, ആദ്യം ഇത് തൃശ്ശൂരിലാണ് എന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടായിരുന്നു. പിന്നെ അത് തൃശ്ശൂരിലുണ്ട് എന്നുള്ളൊരു വിവരം കിട്ടിയപ്പോഴാണ് തൃശ്ശൂർ ജില്ലാ കളക്ടറുമായി ഉടൻ തന്നെ ബന്ധപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ബന്ധപ്പെടുന്നു. അത് മണ്ണുത്തി സർവകലാശാലയിലാണ്. അതിൻ്റെ ടെക്നീഷ്യൻ സ്ഥലത്തില്ല. ടെക്നീഷ്യൻ എത്തിക്കഴിഞ്ഞാൽ ഇതുവഴി മുന്നോട്ട് പോകാം. പക്ഷേ ടെക്നീഷ്യൻ ഇവിടെ വരണമെങ്കിൽ തന്നെ കർണാടകയുടെ സഹായം വേണം. കൃത്യമായി ടെക്നീഷ്യൻ ഈ ഗംഗാവലി പുഴയിൽ വന്ന് ഇത് സ്വന്തം നിലയ്ക്ക് നടത്തി പോകാൻ കഴിയില്ല. കർണാടകയുടെ സഹായം വേണം. കർണാടക ജില്ലാ കളക്ടർ ഇത് സംബന്ധിച്ച് അനുമതി നൽകണം. അവർ ഇങ്ങനെ ഇത് ആവശ്യമുണ്ട്, ഡ്രഡ്ജിങ് യന്ത്രം ആവശ്യമുണ്ട് എന്ന് റിക്വസ്റ്റ് കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളൊക്കെ ഉണ്ട്. എത്ര ദിവസം കൊണ്ട് ഇത് പൂർത്തിയാവും എന്നുള്ളത് നമുക്ക് ഏതായാലും കാത്തിരുന്നു കാണാം. പ്രധാനപ്പെട്ട കാര്യമാണ് വിനേഷ് സൂചിപ്പിച്ചത്. പക്ഷെ അപ്പോഴും വിനേഷ്, ആ കുടുംബത്തിന്റെ ആവശ്യം ഇങ്ങനെ ചെവിയിൽ മുഴങ്ങുന്നുണ്ട് വിനേഷ്. അതായത് നിർത്തരുത്, ആ തെരച്ചിൽ തുടരണം. അർജുൻ മാത്രമല്ലല്ലോ, എല്ലാവരെയും കണ്ടെത്തണം എന്നുള്ള അവരുടെ ആഗ്രഹം. ഇത് എത്രത്തോളം സാധ്യമാകും എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത്. എന്നാലും ഇനിയുള്ള ദിവസങ്ങളിലും ആ തെരച്ചിൽ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ വയ്ക്കാം. പക്ഷെ ഇന്നെന്താണെങ്കിലും ആ പുഴയിലില്ലാത്തത് വലിയ പ്രശ്നമാണ്. വിനേഷ്, ഇനി ഏത് തരത്തിലുള്ള ഒരു ഇടപെടൽ സാധ്യമാക്കും ഈ കുടുംബത്തിന്റെ ആവശ്യം അംഗീകരിക്കാൻ എന്നുള്ളത്? അതായത് കേരളം സമ്മർദ്ദം ചെലുത്തുന്നു, അത് രാഷ്ട്രീയ ഇടപെടൽ വരുന്നതും ഒക്കെ കർണാടകയ്ക്ക് അക്ഷരാർത്ഥത്തിൽ തലവേദനയാണെന്ന് തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും നമുക്ക് നമ്മുടെ അർജുനെ കണ്ടെടുക്കുക എന്നുള്ളൊരു വലിയ ദൗത്യം, വലിയ ലക്ഷ്യമുണ്ടല്ലോ. ഈ തെരച്ചിൽ അത് സജീവമായി നിലനിർത്താൻ, അല്ലെങ്കിൽ രക്ഷാദൗത്യം നിലനിർത്തുക എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് എത്തിക്കാൻ നമ്മൾ കൂടുതലായി ഇടപെടേണ്ട രീതി എങ്ങനെയായിരിക്കണം? എങ്ങനെയാണ് അവിടെ ഇനി തുടരുമോ ഈ ഇടപെടലുകൾ, രാഷ്ട്രീയമായിട്ടുള്ള ഇടപെടലുകളൊക്കെ ഇനി നടക്കുമോ? എന്താണ് കരുതേണ്ടത് ദിനേശ്? എന്തോ ഇടപെടലിൻ്റെ കുഴപ്പമല്ല, കേരളം വളരെ കൃത്യമായി ഇടപെട്ടത് കൊണ്ടാണ് ഇങ്ങനെയെങ്കിലും ഇത് മുന്നോട്ട് പോയത്. നമുക്കറിയാം, സാധാരണ ഇത്തരം കേസുകളൊക്കെ ഒരാഴ്ചയൊക്കെ തിരഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒഴിവാക്കി കളയുക എന്നുള്ളതാണ്, മിസ്സിംഗ് കേസുകളായി മാറും എന്നുള്ളതാണ്. പക്ഷേ ഇതിൽ കൃത്യമായി മാധ്യമങ്ങളുടെയും അതുപോലെ തന്നെ കേരള സർക്കാരിൻ്റെ ഇടപെടലുണ്ടായി. കേരളത്തിലെ കേരളത്തിലെ MLA-മാർ ദിവസങ്ങളോളം ഇവിടെ ക്യാമ്പ് ചെയ്യുന്നു. എം കെ രാഘവൻ ഇവിടെ തുടക്കം മുതൽ തന്നെ ഉണ്ട്. അതിനുശേഷം സച്ചിൻ ദേവ് MLA-യും ലിൻഡോ ജോസഫും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ എത്തുന്നു. അതിന് പിന്നാലെ അവർ പോയതിനു ശേഷം ഇതിനിടയിൽ മന്ത്രി മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും 3 ദിവസത്തോളം ഇവിടെ സ്ഥലത്തുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ വന്നിരിക്കുന്നത് കല്യാശ്ശേരി MLA ആയ വിജിനുണ്ട്. അതുപോലെ തന്നെ തൃക്കരിപ്പൂരിലെ MLA ആയ രാജഗോപാലുണ്ട്. അതുപോലെ കാസർഗോഡ് നിന്നുള്ള അഷ്റഫുണ്ട്. ഇങ്ങനെയുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ അവരിപ്പോഴും ഉണ്ട്. ഇന്നായിരിക്കും അവർ മടങ്ങിപ്പോവുക. ഇങ്ങനെയുള്ള കേരളത്തിൽ നിന്നുള്ള ജനപ്രതിനിധികൾ ഇവിടെ നിൽക്കുകയും ഇവരുടെ യോഗങ്ങളിൽ, അതായത് ഇതിൻ്റെ യോഗങ്ങളിലെല്ലാം പങ്കെടുക്കുകയും തങ്ങളുടെ നിലപാട് അറിയിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കാരണം അത്രത്തോളം ഇടപെടൽ ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല മുഖ്യമന്ത്രി തലത്തിൽ, കാരണം മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിലേക്ക്, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയെ നേരിട്ട് വിളിച്ച് സംസാരിക്കുന്നതിലേക്ക് കാര്യങ്ങളെത്തി. ചീഫ് സെക്രട്ടറിയുടെ ഓഫീസിൽ നിന്ന്, കർണാടക ചീഫ് സെക്രട്ടറി
കളക്ടറുടെ ഓഫീസിലേക്ക് നിരന്തരമായി ഉള്ള ആശയവിനിമയം നടക്കുന്നു. ഇങ്ങനെയൊക്കെയുള്ള നീക്കങ്ങൾ കേരളത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനിയിപ്പോൾ ഒരു ഇടപെടൽ എന്തായാലും എങ്ങനെ നടക്കും എന്നുള്ളത് അറിയില്ല. പക്ഷേ കൃത്യമായി കേരളം ഇതിൽ ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ദൗത്യം അവസാനിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക്, അത് നദിയിൽ ഇറങ്ങിയുള്ള ദൗത്യം അവസാനിപ്പിക്കുന്ന ഘട്ടത്തെക്കുറിച്ച് കർണാടക ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലും കേരളം ഇടപെട്ടതിനെ തുടർന്ന് വീണ്ടും 2 ദിവസത്തോളം വീണ്ടും ദൗത്യം നടന്നു. പക്ഷേ ഇന്നു മുതൽ ഉണ്ടാവില്ല എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് അവരെത്തുന്നു. അത് കൃത്യമായി തന്നെ ഇവിടെ നിന്നുള്ള ജനപ്രതിനിധികളെ അറിയിക്കുകയുമാണ് ചെയ്തത്. ഇനിയുള്ളത് ഈ നദിയിൽ ഇറങ്ങാൻ പറ്റുമോ എന്നുള്ളത് സംബന്ധിച്ചാണ്. അത് അല്ലെങ്കിൽ വെള്ളം നദിയിലെ അടിയൊഴുക്ക് കുറഞ്ഞ ശേഷം, ജലനിരപ്പ് കുറഞ്ഞ ശേഷമായിരിക്കും ഇനിയൊരു നടപടി ഉണ്ടാവുക എന്നുള്ള രീതിയിലേക്ക് തന്നെയാണ് ഇന്നലെ കർണാടക എത്തിച്ചേർന്നിട്ടുള്ളത്. അതിൻ്റെ മുമ്പ് തന്നെ ഈ ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ഇത് ചെയ്യുമോ കർണാടകം എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമല്ല. എന്തായാലും അത്തരത്തിലൊരു നീക്കം ഇന്ന് കലക്ടറുടെ ഭാഗത്ത് നിന്ന്, ആ ഒരു നിർണായകമായ നീക്കം ഇന്ന് കലക്ടറുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുമോ എന്നുള്ളത് കാത്തിരുന്നു കാണണം എന്താണ് ഇത്. നമ്മൾ കുടുംബത്തിൻ്റെ ആ പ്രതികരണമാണ് നമ്മളിനി പോകാൻ പോകുന്നത്. അർജുനായുള്ള തെരച്ചിൽ തുടരണമെന്നും നിർത്തരുതെന്നും കുടുംബം ഇന്നലെ ആവശ്യപ്പെട്ടിരുന്നു. ആ പ്രതികരണം നമുക്ക് ഒരിക്കലും വിളിക്കാം. നമുക്ക് ഇതുവരെ നടന്ന പ്രവൃത്തിയിലൊന്നും യാതൊരുവിധ ഇതും തോന്നിയിട്ടില്ലായിരുന്നു. പക്ഷേ നിർത്തുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഇത്രയും നമ്മൾ കാത്തിരുന്നു. അപ്പം ഇനിയും ഇതിന് പല കാര്യങ്ങളും പറഞ്ഞിട്ട് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. അത് പെട്ടെന്ന് തുടർന്ന് പോകണം തന്നെയാണ്. ഇതുവരെ നടത്തിയ രക്ഷാപ്രവർത്തനം പ്ലസ് അഡീഷണൽ ആയിട്ട് വേണ്ട എല്ലാ രീതിയിലുള്ള ടെക്നോളജികളും കാര്യങ്ങളായിട്ട് മുന്നോട്ട് തന്നെ പോകണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഈ കർണാടക സർക്കാർ എന്തെങ്കിലും തീരുമാനത്തിൽ നിന്നും ഇല്ല, നമുക്ക് അതായത് ഇതുവരെയൊക്കെ നമ്മുടെ സർക്കാരാണെങ്കിലും അവിടുത്തെ സർക്കാരാണെങ്കിലും അല്ലെങ്കിൽ ഇവിടുത്തെ എല്ലാ രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും തന്നെ നല്ല രീതിയിൽ എഫേർട്ട് എടുത്തിട്ട് നമുക്കും അതിൽ വിശ്വാസം ഉണ്ടായിരുന്നു. പക്ഷേ ഇത് പെട്ടെന്ന് നിർത്തുക എന്ന് പറയുമ്പോൾ നമുക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല. നമുക്ക് അർജുനെ പോലെ തന്നെ വേറെ 2 പേരെയും കൂടി കണ്ടു കിട്ടാനുണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് അവരെ തിരിച്ചു കിട്ടുന്നവരെ ഈ തിരച്ചിൽ യാതൊരു കാരണവശാലും നിർത്തരുതെന്നാണ് അപേക്ഷിക്കുന്നത്. മെയിനാണ് മിനിസ്റ്റർ അടക്കമുള്ള മീറ്റിങ്ങിൽ ഈ കാര്യങ്ങൾ മിനിസ്റ്റർ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. നമ്മുടെ MLA എല്ലാ ആളുകളും കൂടിയിട്ടുള്ള മീറ്റിങ്ങിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വിദ്യകളൊന്നും ഇതുവരെ അവിടെ എത്തിയിട്ടില്ല എന്നാണ് നമ്മളടുത്ത് അവിടുന്ന് പറഞ്ഞ കാര്യം. ഇനി 4 ദിവസം. പക്ഷെ ഇപ്പം നടന്നു പോകുന്ന ഈ കാര്യങ്ങൾ തന്നെ മുന്നോട്ട്, അതായത് അവർ പിൻവാങ്ങി ഇനി നമുക്കറിയില്ല അത് എത്രത്തോളം ഒരു അനിശ്ചിതത്വം അതിലുണ്ട്. എത്ര കാലത്തേക്കെന്നൊന്നും നമുക്കറിയില്ല. പിന്നെ ഈ കാലാവസ്ഥേൻ്റെ കാര്യങ്ങൾ നമുക്ക് അറിയുന്ന കാര്യമാണ്. പക്ഷേ അതൊക്കെ നിയന്ത്രിക്കാനുള്ള പല രീതിയിലുള്ള ടെക്നിക്കുകളും നമുക്ക് അവൈലബിൾ ആണ്. ആ ടെക്നോളജിയൊക്കെ യൂസ് ചെയ്തിട്ട് ഇതുവരെ നിങ്ങളൊക്കെ നമ്മുടെ കൂടെ നിന്നുണ്ട്, ഇവിടുത്തെ ജനങ്ങൾ കൂടെ നിന്നുണ്ട്, കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ എല്ലാ ആളുകളും നമ്മുടെ കൂടെ നിന്നിട്ടുണ്ട്. അവരുടെയൊക്കെ സപ്പോർട്ടും സാന്നിധ്യവും നമുക്ക് ഇനിയും വേണം. അപ്പം ഈ ഒരു തിരച്ചിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് അവസാനിപ്പിക്കരുതെന്നാണ് നമുക്ക് പറയാനുള്ളത്. ശിരൂരിലെ ഗംഗാവലി നദിയുടെ ആഴങ്ങളിൽ എവിടെയോ അർജുൻ കാണാമറയത്ത് കിടക്കുമ്പോൾ മലയാളികളുടെ മനസ്സിലേക്ക് ആദ്യം വരിക മറ്റൊരു ദുരന്തമാണ്. 2010 നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞിറങ്ങിയ ദുരന്തം. 59 ജീവൻ പൊലിഞ്ഞ അവിടെ കണ്ടെത്താൻ കഴിയാതെ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് 11 പേർ. 5 വർഷങ്ങൾക്കിപ്പുറം പോലും ഈ ഓർമ്മകൾ പ്രിയപ്പെട്ടവരെ പൊള്ളിക്കുന്നതാണ്. 2019 ഓഗസ്റ്റ് 8 നിലമ്പൂർ കവളപ്പാറയിൽ കേരളത്തെ നടുക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മയായിപ്പോയത് 59 പേരാണ്. ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത് 48 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ദുരന്തത്തെ അതിജീവിച്ച പലരും പല നാടുകളിലാണ്. നമ്മോടൊപ്പം അവരിൽ ചിലർ പങ്കുവയ്ക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും അവരെക്കുറിച്ചുള്ള വേദനകളും. ശിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി നിലമ്പൂർ കവളപ്പാറയിൽ. 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്.
എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി 5 കൊല്ലം പോവാണ് അല്ലേ? 5 കൊല്ലാകാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെ പോണു. അങ്ങനെ കുറെയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പോ അവരാരും ഇല്ല. കിട്ടിയെങ്കിൽ കിട്ടി. നേരം പോലത്തെ അന്ത്യാലും പോലെ കാണും പൊന്തയൊക്കെ നോക്കും നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, ഒറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ? ശാന്തേച്ചി 11 പേരെ കിട്ടാണ്ടല്ലോ. അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എന്റെ ആളിയാക്ക, എന്റെ ഏട്ടത്തിന്റെ ആങ്ങള, ഏട്ടത്തിന്റെ മക്കള്, ഒരു 4 കുട്ടികളും ഒരു തള്ളയും. അതങ്ങനെ ഒക്കെ ഇതിന്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞിങ്ങോട്ട് എവിടെ കയറിയതായിരുന്നു എന്റെ വീട്ടിൽ നിന്ന്. അത് കയറിയ കയറ്റത്തില്ലേ, ഇവരന്ത്യോളം അങ്ങനെ നടക്കല്ലേ ഓരോ പണിയൊക്കെ എടുത്തിട്ട്. നമുക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടൂലല്ലോ. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഓർമ്മ ഉണ്ട് അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിന്നിരുന്നതും കാത്തു നിന്നിരുന്നതൊക്കെ? ആ, അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്കിപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോൾ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ ഒന്നുള്ളൊരു 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. ആ, അങ്ങനെ കാട്ടിയത് പോലെ. പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല, പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ചേച്ചിക്ക് കുറച്ചും കൂടി തരണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പറഞ്ഞിരുന്നു പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞു നോക്കണം എന്നുള്ളത്. എന്തു പറയണ, ഇപ്പൊ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതന്നെ, അത് എനിക്ക് സർക്കാർ ചെയ്യി തന്നെ. എന്റെ ഈ ചെറിയ പേരക്കുട്ടിയാക്കും വേണ്ടിട്ടോ. ഇതാണ് ശാന്തേച്ചിക്ക് പങ്കുവെക്കാനുള്ള ഓർമ്മകൾ. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മനസ്സിൽ അത്രമാത്രം വലിയ നോവാണ് ആ ഒരു ദുരന്തവും അതിന്റെ അതിജീവനവും ഒക്കെ. ഇവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ദുഃഖം ഇവരെ കുറച്ചൊന്നുമല്ല പിന്തുടരുന്നതും. ഇതിലിപ്പോൾ 5 വർഷം ആകുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാനില്ലല്ലോ. ചേട്ടനെ വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എന്റെ പേട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവനും അമ്മാവന്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവരെ ബോഡി ഇപ്പോഴും കിട്ടാനാണത്. പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. തെരച്ചിൽ നിർത്തുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നില്ല? ഞങ്ങൾ ചോദിച്ചു. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ ബോഡി കിട്ടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. ഞങ്ങൾ എന്തോ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞ് ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞ് അവിടെ എന്തോ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിച്ചാൽ അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉണ്ട് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണാൻ എല്ലാ ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണാൻ എന്താ ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതിയാണ്, എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സ് മറ്റേ തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജീവിച്ചു പോകും എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു ഇടിച്ചിൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പന്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നത്. അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയില്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കായിട്ട് പോയി. പിന്നെ ക്യാമ്പിലായിട്ട് ഇവിടെയും അവിടെയും ഒക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഒരു വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നതിൻ്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്നാൽ എല്ലാ ഇതും പോയി.
16 പേര് പോയി. 11 പേരെ കാണാനില്ല ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെപ്പോൾ കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അന്ന് അത്രയും ദിവസങ്ങൾ അവർ തെരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ഗ്രഹിച്ചു പോയി, എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ അവിടെ നിർത്തിയതാണ് അവർ. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ അന്ന്? ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു. അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമല്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരാണമെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ കാണാതായ ആൾക്കാർ? കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? എല്ലാവരും ആ ദിവസം പോകും. 5 വർഷം കഴിയുമ്പോൾ ആ മേഖല പാകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കുകയാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു. ഞാൻ അപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. ഇതിൽ ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവർ? അളിയന്, പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും. 15 ദിവസത്തിലധികം തെരച്ചിൽ നീണ്ടു. പലപ്പോഴും അവസാനം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിൽ പലയിടത്തും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ടവർ മൃതദേഹങ്ങൾ അത് അത്തരത്തിൽ കാണാൻ വയ്യ എന്നൊരു കാരണം കൂടിയുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുവാൻ ഇവർ സമ്മതിച്ചതിന് പിന്നിൽ. എന്താണെങ്കിലും ഇവർക്കിന്നും ആ ഓർമ്മകൾ ഹൃദയഭേദകമാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. നമ്മളെല്ലാവർക്കും നടുക്കുന്നൊരു ഓർമ്മയാണ് കവളപ്പാറ ദുരന്തം. അങ്ങനെയാകുമ്പോൾ ആ കുടുംബാംഗങ്ങൾക്ക് എത്രമാത്രം ഞെട്ടലും ദുഃഖവും ഉണ്ടാക്കുന്നതാണെന്ന് പറഞ്ഞറിയിക്കുന്ന പ്രയാസമാണ്. എന്നാലും ഈ ഷിരൂരിലെ രക്ഷാദൗത്യം നടക്കുന്ന സമയത്ത് അങ്ങനെ ഒരു മണ്ണിടിച്ചിലുണ്ടായി, ദുരന്തമുണ്ടായി എന്ന് കേട്ട നാൾ മുതൽ തന്നെ നമ്മൾ വീണ്ടും വീണ്ടും അറിയാതെ ഓർത്തെടുക്കുന്ന ഒന്നായിരുന്നു കവളപ്പാറയിലെ ദുരന്തം. CV അനുമോദാണ് അവിടെ നിന്നുള്ള വിവരങ്ങൾ, അവിടുത്തെ കാഴ്ചകൾ, ഇപ്പോഴത്തെ സാഹചര്യമൊക്കെ നമുക്ക് പങ്കുവച്ചത്. ഇനി തിരുവനന്തപുരം വഞ്ചൂരിൽ വീട്ടിൽ കയറി യുവതിയെ എയർഗൺ ഉപയോഗിച്ച് വെടിവെച്ചതിന് പിന്നിൽ വ്യക്തിവൈരാഗ്യം എന്ന സംശയം ബലപ്പെടുകയാണ്. വീടും പരിസരവും കൃത്യമായി നിരീക്ഷിച്ച ശേഷമാണ് ആക്രമണമെന്ന് പോലീസ് വിലയിരുത്തുന്നുണ്ട്. അക്രമിയായിട്ടുള്ള സ്ത്രീ എത്തിയത് വ്യാജ നമ്പർ പ്ലേറ്റ് ഉള്ള കാറിലാണ് എന്ന് CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിൽ പോലീസിന് വ്യക്തമായിട്ടുണ്ട്. VV അരുൺ നൽകും വിവരങ്ങൾ. അരുൺ, ഈ വളരെ പ്ലാൻഡ് ആയിട്ടുള്ളൊരു ആക്രമണമായി തന്നെ അതിനെ കണക്കാക്കണം. അതായത് മുഖം മറച്ചെത്തുന്നു, കൊറിയർ നൽകാൻ എന്ന പേരിൽ, പക്ഷെ പിന്നീട് വിളിച്ചു വരുത്തി ഒപ്പിടിക്കാൻ എന്നുള്ള പേരിൽ ഈ ഷിനിയെ വിളിച്ചു വരുത്തി വെടിയുതിർക്കുന്നു. ഭാഗ്യം കൊണ്ട് അവരുടെ കയ്യിലാണ് വെടിയേൽക്കുന്നത്. ഈ സ്ത്രീയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലേ പോലീസിന്? ആക്രമിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുന്നില്ലേ? ഒരു തരത്തിലും ദൃശ്യങ്ങൾ ലഭിക്കുന്നില്ലേ സ്ത്രീയുടെ? ചില സൂചനകൾ ലഭിച്ചു എന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത്. ഷിനിയെ തന്നെ തേടി വന്നതാണ്, മറ്റാരെയും ലക്ഷ്യമിട്ട് വന്നതല്ല. കാരണം കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് സ്ത്രീ എന്ന് കരുതപ്പെടുന്നയാൾ അവിടെ എത്തി. സ്ത്രീ തന്നെയാണ് ഇപ്പോഴും പോലീസ് വിശ്വസിക്കുന്നത്. എന്താണ് ഇത്തരമൊരു വൈരാഗ്യത്തിന്റെ പകയുടെ കാരണമെന്നൊക്കെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഓൺലൈൻ ഡെലിവറിയുമായി ബന്ധപ്പെട്ട ഒപ്പിടുന്ന തർക്കമെന്നൊക്കെ പറയുന്നുണ്ട്. പൂർണ്ണമായും പോലീസ് അത് മുഖവിലേക്ക് എടുത്തിട്ടില്ല. മറ്റെന്തെങ്കിലും കാരണമുണ്ടോ? ഈ നിസാർ തർക്കത്തിന്റെ പേരിൽ ഇത്തരത്തിൽ എയർഗൺ ഉപയോഗിച്ച് വെടിവെക്കാൻ ആരാണ് തയ്യാറാകുന്ന ചോദ്യമൊക്കെ ഉയരുന്നുണ്ട്. ഏതായാലും പോലീസ് അന്വേഷണം മുന്നോട്ട് പോവുകയാണ്. വൈകാതെ പ്രതികളിലേക്ക് പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് പോലീസ് പ്രതീക്ഷിക്കുന്നത്. ഒന്നിൽ കൂടുതൽ ആളുകളുടെ ഇടപെടലില്ല എന്നാണ് ഈ ഘട്ടത്തിൽ പോലീസ് മനസ്സിലാക്കുന്നത്. മുൻവൈരാഗ്യമാകാം ഈ അക്രമത്തിന് കാരണം. പെട്ടെന്നുണ്ടായ പ്രകോപനം
ആണ് എന്ന ആ ഒരു വാദം പൂർണ്ണമായും പോലീസ് വിശ്വസിക്കുന്നില്ല. ഏതായാലും അധികം വൈകാതെ പ്രതിയിലേക്ക് എത്തുമെന്ന് തന്നെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സിറ്റി പോലീസ് കമ്മീഷണർ അടക്കം ഇന്നലെ സ്ഥലത്തെത്തിയിരുന്നു. ആ രീതിയിലുള്ള ഉന്നതതലത്തിലുള്ള അന്വേഷണം തന്നെയാണ് പുരോഗമിക്കുന്നത്. മൊബൈൽ ഫോൺ ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചും CCTV ദൃശ്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ടും ഈ പ്രതി വന്ന വഴിയൊക്കെ ആ രീതി പരിശോധിച്ചുകൊണ്ട് അന്വേഷണമാണ് പോലീസ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എൽദോ, അവരുടെ അങ്ങനെയാണെങ്കിൽ മുൻവൈരാഗ്യം വ്യക്തിവൈരാഗ്യം ഒക്കെ അതിന്റെ ഒരു സാഹചര്യം പോലീസിന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടോ? മാത്രമല്ല അത്തരത്തിലാണെങ്കിൽ ഒരു സുഹൃത്ത് വലയത്തിലോ അല്ലെങ്കിൽ ബന്ധുവലയത്തിലോ ഒക്കെ ഉള്ള ഒരാളാണ് സാധ്യതയില്ലേ? അത്തരം കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കാരണം ഈ പറയുന്ന ഒരു ഓൺലൈൻ ഡെലിവറിയുടെ പേരിൽ മാത്രമുണ്ടായ തർക്കമാണോ അല്ലെങ്കിൽ അതിലൊരു പകയാണോ ഇത്തരം ഒരു വെടിവെപ്പിലേക്ക് നയിച്ചതെന്ന കാര്യം പോലീസ് വിശദമായി തന്നെ പരിശോധിക്കുന്നുണ്ട്. പൂർണ്ണമായും ആ വാദങ്ങൾ ആ രീതിയിൽ പോലീസ് അംഗീകരിക്കുന്നില്ല. എങ്കിലും ലഭിച്ച പ്രാഥമിക മൊഴിയുടെ അടിസ്ഥാനത്തിലുമൊക്കെ പോലീസ് അന്വേഷണ രീതി ഈ ഘട്ടത്തിൽ മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് ശാസ്ത്രീയമായ തെളിവുകൾ, അതായത് പ്രതിയുടെ മൊബൈൽ ഫോൺ ലൊക്കേഷൻ, അങ്ങനെയെങ്കിൽ ആ ഫോൺ ലൊക്കേഷനിലുള്ള ആൾ, സംശയിക്കപ്പെടുന്ന ആൾ നേരത്തെ ഈ ഷിനിയുമായും ഒക്കെ ഫോണിൽ ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായി ഫോണിൽ നേരത്തെ ബന്ധപ്പെട്ടിരുന്ന ആളാണോ, അത്തരം ഏതെങ്കിലും തരത്തിലുള്ള മുൻപരിചയം ഇവർക്കുണ്ടോ, അത്തരം കാര്യങ്ങൾ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. മാത്രമല്ല ഈ CCTV, അതായത് സ്വാഭാവികമായും ഇതിലെ പലയിടത്തും എല്ലായിടത്തും ഇപ്പോൾ CCTV ഉള്ള കാലം. അതുകൊണ്ട് തന്നെ പ്രതി വന്നുപോയ വഴികൾ, അവിടെ എന്തെങ്കിലും തെളിവ് ലഭിക്കുമോ? പൂർണ്ണമായും മുഖം മറച്ചാണ് പ്രതി എത്തിയത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള തെളിവുകൾ ലഭിക്കുമോ എന്ന കാര്യം, വന്ന വാഹനം ഏത് എന്ന് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് പരിശോധന, അന്വേഷണം പോലീസിൻ്റെത് മുന്നോട്ട് പോകുന്നുണ്ട്. ഏതായാലും ഇന്ന് ഒരു കൃത്യമായ ഒരു സൂചനകളിലേക്കെങ്കിലും എത്താൻ കഴിയുമെന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നത്. റൈറ്റ്, പ്രതീക്ഷ പ്രകടിപ്പിക്കുകയാണ്. ഉടൻ തന്നെ അക്രമിയിലേക്ക് എത്തിച്ചേരാൻ കഴിയുമെന്ന്. എന്നാലും അതൊരു സ്ത്രീയാണ് എന്നുള്ളതിൽ ഏറെക്കുറെ സ്ഥിരീകരണമുണ്ട്. പോലീസിന് ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ എന്നുള്ള വിവരവും വരുന്നു. എന്താണ് മുൻവൈരാഗ്യം, എന്താണ് വ്യക്തിവൈരാഗ്യം എന്നുള്ളത് അത് പോലീസ് പിന്നാലെ വെളിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കാം. എന്നാലും VV അരുണാണ് തിരുവനന്തപുരത്ത് നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ പങ്കുവച്ചത്. ഒരിടവേളയിലേക്ക്. എന്നാണ് കേരളത്തിലെ MLA പറയുന്നത്. ഫലത്തിൽ ഇനിയൊരു വലിയ കഴിഞ്ഞ ദിവസങ്ങളുണ്ടായ പോലുള്ള ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. ഇനി ഇത്തരത്തിലുള്ള നടപടിക്രമങ്ങളാണ്. ലോറിയുണ്ടോ അല്ലെങ്കിൽ അർജുനുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള പരിശോധന ഇതുവരെ ഉണ്ടായ രീതിയിലായിരിക്കില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. എന്തായാലും അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കർണാടക എത്തിയിട്ടുണ്ട്. കേരളം അതിൽ ശക്തമായ വിയോജിപ്പും പ്രകടിപ്പിച്ചിട്ടുണ്ട്. ഗംഗാവാലി നദിയിലിറങ്ങിയുള്ള രക്ഷാപ്രവർത്തനം തൽക്കാലത്തേക്ക് കർണാടകം നിർത്തിവച്ചിരിക്കുന്നു. ഇനി അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ച് മാത്രമേ ഇത്തരത്തിലുള്ള തെരച്ചിൽ ഉണ്ടാവൂ എന്ന് പറയുന്നു. അതുകൊണ്ട് നാളെ മുതൽ അർജുന് വേണ്ടിയുള്ള തെരച്ചിൽ ഉണ്ടാവില്ല, അർജുൻ്റെ ലോറിക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നദിയിലിറങ്ങി ഉണ്ടാവില്ല. അതേസമയം രക്ഷാദൗത്യം തുടരും എന്ന് തന്നെയാണ് കർണാടക പറഞ്ഞിട്ടുള്ളത്. കാരണം അതിലെ കുറേ സാങ്കേതികമായ ഒരുപാട് തടസ്സങ്ങളുണ്ട്. ഇനി അവരുടെ മുമ്പിലുള്ള ഏക വഴി എന്ന് പറയുന്നത് ഡ്രഡ്ജിങ് മെഷീൻ കൊണ്ടുവന്ന് ഡ്രഡ്ജിങ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അതിനാവശ്യമായ എക്സ്കവേറ്റർ എത്തിക്കുകയും അത് വെച്ച് ഡ്രഡ്ജിങ് നടത്തുക എന്നുള്ളത് മാത്രമാണ് ഇതിനകത്ത് ചെയ്യാൻ കഴിയുക. അത് തൃശ്ശൂർ മണ്ണുത്തി സർവകലാശാലയിൽ നിന്ന് അതിനുള്ള സംവിധാനം, അത് അവിടെ നിന്നുള്ളൊരു ടെക്നീഷ്യൻ ഇവിടെ വരും. ടെക്നീഷ്യൻ ഇവിടെ വന്ന് ഇതിൻ്റെ വിസിബിലിറ്റി പരിശോധിച്ച ശേഷമായിരിക്കും ഇങ്ങനെയൊരു ഇത് ഇവിടെ നടക്കുക. അതെന്തായാലും ഇനി വൈകാൻ തന്നെയാണ് സാധ്യത. മാത്രമല്ല ഇപ്പോഴത്തെ ഒരു കുത്തിയൊഴുക്കൽ കാരണം ഗംഗാവലി നദി ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ആർക്കും ഇറങ്ങാൻ കഴിയില്ല, അല്ലെങ്കിൽ മറ്റൊരു മെഷീൻ ഉപയോഗിച്ചുകൊണ്ടോ അല്ലെങ്കിൽ നേവിക്ക് പോലും ഇതിൽ കൈകാര്യം ചെയ്യാൻ പറ്റാത്ത मैं समझता हूँ कि ये सबसे अच्छा अभियान है, सबसे पर्पसफुल अभियान है, सबसे देश के लिए इस वक्त जो एक बहुत दर्दनाक स्थिति है, पेड़ों की कमी, उसको पूरा करने की तरफ एक ही है। ये जो है क्लाइमेट चेंज, जगह जगह आगे जो लग रही हैं और तमाशे हो रहे हैं, उसके लिए ये सबसे अच्छा अभियान है। और ये अभियान का जो जोर है वो पूरे देश में फैलना चाहिए, सब लोगों में, कोई छूटना नहीं चाहिए। आपने जितने पेड़ आज लगाए हैं ना यहाँ पे, इससे आप अपनी ऑफिस के 5-6 एयर कंडीशनर निकाल सकते हैं। अपने आप टेम्परेचर इतना डाउन हो जाएगा। ज़िंदा रहने के लिए सबसे बेसिक चीज़ है सांस लेना। अगर हवाई इतनी पोल्यूशन लेवल आपको पता है क्या है, उसमें आपको ये ही आपको ऑक्सीजन देंगे जिससे आप ज़िंदा रह सकते हैं। മോർണിംഗ് തുടരുകയാണ്. CMR എക്സാലോജി കരാറിൽ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ട് നൽകിയ ഹർജികൾ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. കോൺഗ്രസ് MLA മാത്യു കുഴൽനാടൻ, പൊതുപ്രവർത്തകൻ G. ഗിരീഷ് ബാബു എന്നിവരുടെ ഹർജികളാണ് ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഉള്ളത്.
മാത്യു കോളിനാട് നൽകിയ ഹർജിയിൽ സിംഗിൾ ബെഞ്ച് ഇന്നും സർക്കാരിന്റെ വാദം കേൾക്കും. CMRലുമായുള്ള കരിമണൽ കരാറിലെ സുപ്രധാന തീരുമാനങ്ങൾ എടുത്തത് UDF സർക്കാരുകളുടെ കാലത്താണ് എന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ പ്രധാന വാദം. സ്വകാര്യ മേഖലയിൽ ഖനനം അനുവദിക്കില്ല എന്നാണ് ഇടതു സർക്കാർ സ്വീകരിച്ച നിലപാട്. പരാതിയിൽ വിജിലൻസ് അന്വേഷണം ആവശ്യമില്ല എന്നുമാണ് സർക്കാർ വാദിക്കുന്നത്. എന്നാൽ CMRലിന് വഴിവിട്ട് സഹായം നൽകിയിട്ടില്ല എന്ന സർക്കാർ വാദം തെറ്റാണെന്ന് മറുപടി വാദവുമായി മാത്യു കുഴൽനാടൻ ഹൈക്കോടതിയെ ബോധിപ്പിക്കും. കേരള സർവകലാശാല സെനറ്റ് നാമനിർദ്ദേശം സ്റ്റേ ചെയ്യണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയിൽ അപ്പീലുമായി ഹർജിക്കാർ. ചാൻസലറുടെ നാമനിർദ്ദേശം സ്റ്റേ ചെയ്യാൻ വിസമ്മതിച്ച സിംഗിൾ ബെഞ്ച് ഉത്തരവ് ചോദ്യം ചെയ്താണ് ഹർജിക്കാർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത്. അപ്പീൽ ജസ്റ്റിസുമാരായിട്ടുള്ള അനിൽ K. നരേന്ദ്രൻ, ഹരിശങ്കർ V. മേനോൻ എന്നിവർ ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് ഇന്ന് പരിഗണിക്കും. SFI പ്രവർത്തകരായിട്ടുള്ള നന്ദകിഷോർ, അരുണിമ അശോക് എന്നിവർ നൽകിയ ഹർജിയാണ് ഡിവിഷൻ ബെഞ്ചിന്റെ പരിഗണനയിൽ വരുന്നത്. ഹർജിക്കാരേക്കാൾ യോഗ്യത കുറഞ്ഞവരാണ് ചാൻസലറുടെ രണ്ടാം പട്ടികയിലും ഇടം നേടിയത് എന്നാണ് പ്രധാന ആക്ഷേപം. കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പ് ഇന്ന് നടക്കാനിരിക്കെ ഹൈക്കോടതി സ്റ്റേ നൽകിയാൽ ചാൻസലറുടെ നോമിനികൾക്ക് വോട്ട് ചെയ്യാൻ കഴിയില്ല. എന്നാൽ ചാൻസലറുടെ നോമിനിയായിട്ടുള്ള 4 വിദ്യാർത്ഥികളുടെ വോട്ട് എണ്ണുന്നതിന് ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ വിലക്കുണ്ട്. തീരദേശ പരിപാലന നിയമത്തിലെ ഭേദഗതി സംസ്ഥാനം നടപ്പാക്കുന്നില്ലെന്ന് ആരോപിച്ച് എറണാകുളം വൈപ്പിൻ തീരദേശ മേഖലയിൽ ഇന്ന് പ്രതിഷേധമാണ്. എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധിക്കുന്ന സമരക്കാർ സംസ്ഥാന പാത ഉപരോധിക്കും. നിയമം കാരണം തീരദേശ മേഖലയിൽ വീട് വെക്കാൻ കഴിയാത്തവരുടെ കൂട്ടായ്മയാണ് സമരത്തിന് ആഹ്വാനം ചെയ്യുന്നത്. ഡാനി പോളാണ് വിവരങ്ങളുമായി ചേരുന്നത്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ തീരദേശ പരിപാലന നിയമത്തിലെ ഭേദഗതി അത് നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അത് ഏതൊക്കെ തരത്തിലാണ് ഈ പ്രദേശത്തുള്ളവരെ ബാധിക്കുന്നത്? എന്താണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഡാനി? എൽദോ, ഗുഡ് മോർണിംഗ്. നമുക്കറിയാം, ഈ കൊച്ചിയുടെ തീരദേശ മേഖലകൾ അതിൽ വൈപ്പിൻ മേഖലകളിലേക്ക് വരുമ്പോൾ ഒരു കാലത്ത് ഏഷ്യയിലെ തന്നെ ഏറ്റവും ജനസാന്ദ്രതയേറിയ ഒരു പ്രദേശങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് വൈപ്പിൻ ദ്വീപുകളെ, ആ പ്രദേശത്തെ എല്ലാം തന്നെ അടയാളപ്പെടുത്തിയിരുന്നൊരു കാലമുണ്ട്. അത്രയ്ക്കുണ്ട് ഈ മേഖലകളിൽ തീരദേശത്തോട് ചേർന്ന് കൂടുതലായിട്ട് ആളുകൾ അധിവസിക്കുന്ന ഒരിടം കൂടിയാണത്. ഇവിടെ ഈ തീരദേശ പരിപാലന നിയമചട്ടം നിലവിൽ വരുമ്പോൾ തന്നെ വലിയ രീതിയിലുള്ള വിഷയങ്ങൾ നിന്നിരുന്നു. കാരണം അവിടേക്ക് വീട് നിർമ്മിക്കാൻ കഴിയാതെ പോകുന്ന ഒട്ടനവധി പേരുണ്ടായിരുന്നു. അവർ ഉള്ള വീടുകൾ പോലും പിന്നീട് കാര്യമായ രീതിയിൽ പുതുക്കി പണിയാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് അടക്കം പോകുന്നിരുന്നു. അപ്പോൾ അവർക്ക് ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന ഒരു വിഷയത്തിൽ ക്രിയാത്മകമായ ഇടപെടലുകൾ ഉണ്ടാകണമെന്ന് കഴിഞ്ഞ കുറേ നാളുകളായി അവർ ആവശ്യപ്പെടുന്നൊരു കാര്യം കൂടിയാണ്. ഇപ്പോഴുള്ളൊരു പ്രധാന ആവശ്യമെന്ന് പറയുന്നത് ഈ CRSF ചട്ടത്തിൽ കാര്യമായ രീതിയിലുള്ളൊരു ഭേദഗതികളടക്കം കേന്ദ്ര സർക്കാർ വരുത്തിയെന്നാണ് അവർ പറയുന്നത്. പക്ഷേ അതിൻ്റെ ഒരു ആനുകൂല്യം സംസ്ഥാനത്തെ തീരദേശത്ത് വസിക്കുന്ന ആളുകൾക്ക് ലഭിക്കുന്നില്ല. അങ്ങനെ ഒരു വിജ്ഞാപനം വന്നപ്പോൾ അതിൻ്റെ ഗുണവശങ്ങൾ അവർക്ക് ലഭിക്കേണ്ടതാണ്. പക്ഷേ അത്തരം ചട്ടങ്ങൾ, ഭേദഗതികൾ ഇവിടെ നടപ്പാക്കുന്നില്ല എന്നതാണ് ഇവരുടെ പ്രധാനപ്പെട്ട ഒരു ആക്ഷേപം. തീരദേശ മേഖലയിൽ, പ്രത്യേകിച്ച് വൈപ്പിൻ മേഖലകളിൽ ഇത്തരത്തിൽ വീട് നിർമ്മിക്കാൻ കഴിയാതെ പോയവരുടെ ഒരു പ്രതിസന്ധി നേരിടുന്നവരുടെ ഒരു കൂട്ടായ്മയാണ്. പ്രത്യേകിച്ച് രാഷ്ട്രീയ പാർട്ടികളോ കാര്യങ്ങളോ ഒന്നും തന്നെയും ഇവരുടെ ഒരു പിന്തുണയോ അല്ലെങ്കിൽ ആ രീതിയിൽ അത് രൂപപ്പെടുത്തിയിട്ടില്ല. അങ്ങനെയുള്ളവരുടെ ഒരു കൂട്ടായ്മയാണ് കഴിഞ്ഞ കുറേയധികം നാളുകളായി സമരരംഗത്തുള്ളത്. ഇന്നവർ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുകയാണ്. എടവനക്കാട് വില്ലേജ് ഓഫീസും ഒപ്പം തന്നെ അതിൽ കടന്നു പോകുന്ന സംസ്ഥാന പാതയും ഉപരോധിക്കുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. അത് വലിയ രീതിയിൽ നമുക്കറിയാം, തീരദേശ മേഖലയിലെ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങൾ പലപ്പോഴും ഈ സംസ്ഥാന പാത അടക്കം അവിടെ ഉപരോധിച്ചത് വലിയ ഗതാഗതക്കുരുക്ക്, ജനങ്ങളുടെ യാത്രാ ദുരിതം, ഇതെല്ലാം തന്നെ വലിയ കാരണമായിരുന്നു. ഇന്നും അത് ഈ രീതിയിലൊരു ഉപരോധം ഉണ്ടാവുകയാണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അപ്പോൾ അത് എങ്ങനെയാണ് അധികാരികൾ കൈകാര്യം ചെയ്യുന്നതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ വരും മണിക്കൂറുകൾ നമുക്ക് അറിയാൻ കഴിയും. ഏതായാലും സമരം അല്പസമയത്തിനകം കഴിയുമ്പോൾ ആരംഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമരത്തിലൂടെ തങ്ങളുടെ ശ്രദ്ധ അധികാരികളിൽ എത്തിക്കുക എന്നത് മാത്രമാണ് തങ്ങളുടെ ഉദ്ദേശമെന്ന് അവർ പറയുന്നു. നേരത്തെ നമ്മൾ തന്നെയും ഈ വിഷയങ്ങൾ വാർത്തയായിട്ട് എല്ലാം തന്നെ കൊണ്ടുവന്നിരുന്നതാണ്. കാരണം ഇവർക്ക് വീട് നിർമ്മിക്കാൻ കഴിയുന്നില്ല എന്ന കാര്യങ്ങളടക്കം. അപ്പോൾ ഈ ഭേദഗതികളിൽ ഇനി എന്താണ് സംസ്ഥാന സർക്കാർ നടപ്പാക്കാനായിട്ട് വൈകുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങൾ ചിലപ്പോൾ വിശദീകരണങ്ങൾ പിന്നീട് ഉണ്ടായേക്കാം. ഏതായാലും ഇന്ന് സമരം ഇവിടെ ഉണ്ടാകുമെന്ന് അറിയിച്ചിരിക്കുന്നു. വൈകാതെ ആ സമരം ഉപരോധ സമരമായി വൈകാതെ തന്നെ ആരംഭിക്കുകയും ചെയ്യും. എൽദോ.
ഇതൊരു വലിയ പ്രതിഷേധത്തിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ടോ? എങ്ങനെയാണ് ഈ പ്രതിഷേധ രീതി എന്താണ് അവർ അവലംബിക്കുന്നത്? എൽദോ, എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിലെ ഉപരോധം അത് പിന്നീട് സംസ്ഥാന പാതയടക്കം ഉപരോധിക്കുന്ന രീതിയിലേക്ക് മാറുമെന്നാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. ആദ്യഘട്ടത്തിൽ അതിൻ്റെ ഒരു ഉദ്ഘാടന കാര്യങ്ങളും എല്ലാം തന്നെ ഒരു പക്ഷേ എടവനക്കാട് വില്ലേജ് ഓഫീസിന് മുന്നിൽ തന്നെയായിരിക്കും. അതിന് തൊട്ട് മുന്നിൽ തന്നെയാണ് സംസ്ഥാന പാത കടന്നു പോകുന്നത്. അതിൻ്റെ പ്രധാന നിരത്ത് അത് തന്നെയാണ് വൈപ്പിനിലെ. അപ്പോൾ അതിനുശേഷം അവർ ഗതാഗതം ഉപരോധിക്കുന്ന രീതിയിലേക്ക് പോകുമെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത്. ഒരുപക്ഷെ അതിന് പോലീസിൻ്റെ ഒരു നിയന്ത്രണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാകും. കാര്യം ഈ ഒരു വിഷയം കാര്യമുള്ളതാണെങ്കിൽ കൂടിയും വലിയൊരു ഭാഗം യാത്രാ സ്വാതന്ത്ര്യമടക്കം നിഷേധിക്കുന്ന രീതിയിലേക്ക് ഒരു സമര പരിപാടികൾ അത് എത്ര കണ്ട് പോലീസ് അനുമതി നൽകുമെന്ന കാര്യത്തിലെല്ലാം തന്നെ സംശയമുണ്ട്. നേരത്തെയും ഇത് സമരം പ്രഖ്യാപിച്ചിരുന്നതാണ്. അപ്പോൾ പോലീസ് അത്തരം നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. കാരണം ഗതാഗതം തടസ്സപ്പെടുത്തുന്ന ആ രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുത്, അല്ലെങ്കിൽ അതിന് കൃത്യമായൊരു സമയബന്ധിതമായിട്ട് തന്നെ ഈ കാര്യങ്ങൾ ഒരു നിശ്ചിത സമയത്ത് പ്രതിഷേധം അറിയിക്കുക, അതിനുശേഷം വലിയ രീതിയിലേക്ക് ഒരു ഉപരോധത്തിലേക്ക് നീങ്ങരുത് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട് എന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്ക് ഓർക്കാം, നേരത്തെ തീരദേശ മേഖലയിലെ പ്രശ്നങ്ങൾ, കടൽക്ഷോഭം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിയ സമരങ്ങളിൽ അത് വൈകുന്നേരം വരെ അത് ഉപരോധ സമരം നീണ്ടു നിന്നു. ആ മേഖലയിലൂടെ സംസ്ഥാന പാത പൂർണ്ണമായും സ്തംഭിക്കപ്പെട്ട രീതിയിലേക്ക് അടക്കം കാര്യങ്ങൾ മാറിയിരുന്നു. അപ്പോൾ അത്തരമൊരു സമരം പിന്നീട് ഉണ്ടാകരുത് എന്ന് ജില്ലാ ഭരണകൂടവും സംസ്ഥാന സർക്കാരും പോലീസും എല്ലാം തന്നെ നിർദ്ദേശം നൽകിയിരുന്നു. പിന്നീട് ആ ഒരു സമര രീതിയിലേക്ക് പോയിരുന്നില്ല. ഇപ്പോൾ പുതിയ ഈ CRZ വിഷയത്തിലടക്കം നടക്കുന്ന സമരങ്ങൾ അങ്ങനെ മുഴുവനായും ഗതാഗത സ്തംഭനം അല്ലെ റോഡ് ഉപരോധം എന്ന രീതിയിലേക്ക് പോകുമോ എന്നതാണ് അറിയേണ്ടത്. അതിൽ ചില മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എൽദോ, റൈറ്റ്, അതാണ് പ്രധാനപ്പെട്ട കാര്യം. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും എടവനക്കാട് അവിടെ ഇന്നൊരു സമരത്തിന്റെ ആഹ്വാനമുണ്ട്. അതിന്റെ വിശദാംശങ്ങളാണ് ഡാനി പങ്കുവച്ചത്. തൃക്കാക്കര നഗരസഭയ്ക്കെതിരെ അഴിമതി ആരോപണവുമായി CPM. കെട്ടിട നിർമ്മാണ പെർമിറ്റിന് കൈക്കൂലി വാങ്ങിയെന്നാണ് പരാതി. നഗരസഭയുടെ ഭരണം പൂർണ്ണ പരാജയമാണെന്ന് ആരോപിച്ച് CPM പ്രതിഷേധ കൂട്ടായ്മ സംഘടിപ്പിച്ചു. ഏറെ വിവാദം സൃഷ്ടിച്ച തൃക്കാക്കര നഗരസഭയിലെ പണക്കിഴി വിവാദത്തിൽ മുൻ അധ്യക്ഷ അജിത തങ്കപ്പനെതിരെ വിജിലൻസ് അന്വേഷണം നടക്കുന്നതിനിടെയാണ് കെട്ടിട നിർമ്മാണ പെർമിറ്റിനെ ചൊല്ലി പുതിയ വിവാദം. തൃക്കാക്കരയിൽ കെട്ടിട നിർമ്മാണ പെർമിറ്റ് ലഭിക്കാൻ മുൻ ചീഫ് സെക്രട്ടറിയോട് ഇടനിലക്കാരൻ 10 ലക്ഷം രൂപ ആവശ്യപ്പെട്ടെന്നും അദ്ദേഹം പ്രിൻസിപ്പൽ സെക്രട്ടറിയോട് ഇക്കാര്യം അറിയിച്ചുവെന്നുമാണ് നഗരസഭ സെക്രട്ടറി TK സന്തോഷിന്റെ വെളിപ്പെടുത്തൽ. നഗരസഭാ ഓഫീസിൽ ഇടനിലക്കാരുടെ വിളയാട്ടമാണെന്നാരോപിച്ച CPMന്റെ നേതൃത്വത്തിൽ നഗരസഭയ്ക്ക് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിച്ചു. ദിനം പ്രതി വിഷയങ്ങൾ ഓരോന്നായി നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഇപ്പോൾ ഭരണത്തിനുള്ള ചരടുവലി, വൈസ് ചെയർമാൻ ഇന്ന ആളാകണം, 6 മാസം കഴിയുമ്പോൾ ഇന്ന ആളാകണം, അല്ലെങ്കിൽ 3 മാസം കഴിയുമ്പോൾ ഇന്ന ആളാകണം എന്നുള്ള ചരടുവലി മാത്രമാണ് നടക്കുന്നത്. യാതൊരു രീതിയിലുള്ള ഭരണം നടക്കുന്നില്ല. ഇരിക്കുന്ന കസേര സംരക്ഷിച്ചു നിർത്തുക എന്നുള്ളൊരു ലക്ഷ്യം മാത്രമേ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നുള്ളൂ ഈ ഭരണസമിതിക്കുള്ളൂ. നഗരസഭയുടെ തന്നെ ആംബുലൻസ് പ്രവർത്തിക്കുന്നില്ല. ഇതിനു പിന്നിൽ വൻ തട്ടിപ്പെന്നാണ് പ്രതിപക്ഷ കൌൺസിലർമാർ പറയുന്നത്. അത്യാധുനിക ബസ് ടെർമിനലും വാണിജ്യ സമുച്ചയവും സ്ഥാപിക്കാൻ നഗരസഭയുടെ നിർദ്ദേശപ്രകാരം തയ്യാറാക്കിയ വിശദമായ പദ്ധതി റിപ്പോർട്ട് നഗരസഭാ കൌൺസിൽ നിരസിച്ചു. DPR തയ്യാറാക്കാൻ ഏജൻസിയെ നിയോഗിച്ചത് നിയമപ്രകാരമല്ലെന്നാണ് ആക്ഷേപം. വരും ദിവസങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് പ്രതിപക്ഷ തീരുമാനം. ന്യൂസ് 18 കൊച്ചി. മോർണിംഗ് എക്സ് തുടരുകയാണ്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിലെ വരിക്കമുത്തൻ ഹിൽ ടോപ്പിലെ പാറക്കൂട്ടങ്ങൾ അപകട ഭീഷണിയാവുകയാണ്. റോഡ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട് മുറിച്ചു മാറ്റിയ പാറകളുടെ ബാക്കി ഭാഗമാണ് താഴേക്ക് പതിക്കാവുന്ന വിധത്തിൽ സ്ഥിതി ചെയ്യുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയുടെ ഭാഗമായ വെൺമണിക്ക് സമീപത്തെ വരിക്കമുത്തപ്പൻ ഹിൽ ടോപ്പിൽ നിരവധി സഞ്ചാരികളാണ് എത്തുന്നത്. വഴിയാത്രക്കാർ ഇവിടെ വാഹനം നിർത്തി ലഘുഭക്ഷണം കഴിക്കുവാനും ഹിൽ ടോപ്പിലെ പാറക്കെട്ടുകളിൽ കയറി കാഴ്ചകൾ കണ്ട് മടങ്ങുന്നതും പതിവാണ്. എന്നാൽ ഹിൽ ടോപ്പിൽ താഴേക്ക് പതിക്കാവുന്ന വിധം നിരവധി പാറക്കൂട്ടങ്ങളുണ്ട്. വരിക്കമുത്തൻ ഹിൽ ടോപ്പിൽ റോഡിനു വേണ്ടി പാറകൾ പൊട്ടിക്കുകയും അതിൻ്റെ ബാലൻസ് അപകടകരമായ രീതിയിൽ എപ്പോൾ വേണേലും നിലം പൊത്താവുന്ന വിധത്തിലാണ് ടണ്ണ് കണക്കിന് പാറകൾ ഇരിക്കുന്നത്. ഇവിടെ നിരവധി ടൂറിസ്റ്റുകൾ വരുന്ന സ്ഥലമാണ്. ഇതിൻ്റെ മുകളിൽ പലപ്പോഴും വരെ പിള്ളേരൊക്കെ കയറി തലതാരയ്ക്കാണ് അപകടങ്ങൾ ഒഴിവായി പോയിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് ഇത് പൊട്ടിച്ചു മാറ്റി ഇവിടുത്തെ ഒരു വരാൻ പോകുന്ന ഒരു അപകടത്തെ
മുന്നിൽ കണ്ടുകൊണ്ട് ഒഴിവാക്കണമെന്ന് വിനയപരിസരം നാട്ടുകാർക്ക് അഭ്യർത്ഥിക്കുവാണ്. സംസ്ഥാന പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടാണ് ഇവിടുത്തെ പാറകൾ മുറിച്ചു മാറ്റിയത്. നിർമ്മാണത്തിന് ശേഷം പാറയുടെ അവശിഷ്ടങ്ങൾ മലമുകളിൽ അപകടകരമായി സ്ഥിതി ചെയ്യുകയാണ്. വിണ്ടുകീറിയ പാറകൾ എപ്പോൾ വേണമെങ്കിലും താഴേക്ക് പതിക്കാം. അപകടാവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്ന പാറ നീക്കം ചെയ്യാൻ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാവണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കി കഞ്ഞിക്കുഴി പഞ്ചായത്തിലെ പുന്നിയാർ വെള്ളച്ചാട്ടത്തിന് ഒട്ടേറെ പ്രത്യേകതകളുണ്ട്. ജലസമൃദ്ധമായിട്ടുള്ള പുന്നിയാർ കുത്തിന്റെ ഭംഗി എത്ര കണ്ടാലും മതിവരാത്തതുമാണ്. മൺസൂൺ കാലത്തും ജലാശയം കാണാൻ നിരവധി പേരാണ് എത്തുക. പുന്നയാറിലെ മനോഹരമായ വെള്ളച്ചാട്ടമാണിത്. 70 അടിയിലധികം ഉയരത്തിൽ നിന്നും താഴേക്ക് പതിക്കുന്ന വെള്ളം പാറക്കെട്ടുകളിൽ തട്ടി പതഞ്ഞൊഴുകുകയാണ്. പക്ഷേ അടിസ്ഥാന സൗകര്യം നോക്കിയാൽ ഇനിയും ഏറെ ചെയ്യാനുണ്ട്. കഞ്ഞിക്കുഴി പഞ്ചായത്തിന്റെ 12ാം വാർഡ് പുന്നയാറ് വെള്ളച്ചാട്ടം അതിരപ്പള്ളിയേക്കാൾ കൂടുതൽ മനോഹരമാണെന്ന് തെളിയിക്കപ്പെടുന്ന 2 ഷൂട്ടിംഗ് ഇവിടെ നടന്നു. അതോടുകൂടി ഇത് ലോക ശ്രദ്ധയിൽപ്പെട്ട ഒരു വെള്ളച്ചാട്ടമാണ്. ഇതിന് പഞ്ചായത്തിൽ നിന്ന് യാതൊരു വക അടിസ്ഥാന സൗകര്യം ഇവിടെ ഒരുക്കാത്തതുകൊണ്ട് ടൂറിസ്റ്റുകൾ വന്ന് വഴി സൗകര്യമില്ല. അത് യാതൊരു വക സൗകര്യവും ഇല്ലാത്തതുകൊണ്ട് ഇത് ഇന്ന് യാതൊരു പ്രയോജനവും ഈ പഞ്ചായത്തിനോ ഈ നാടിനോ ഇല്ലാത്തൊരു അവസ്ഥയിലേക്ക് ഇത് അധപ്പതിച്ചു കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. നിരവധി സഞ്ചാരികളാണ് ഓരോ സീസണിലും ഇവിടേക്ക് എത്തുന്നത്. ആലപ്പുഴ മധുര സംസ്ഥാന പാതയിലൂടെ യാത്ര ചെയ്യുന്നവർ ഇവിടെ ഇറങ്ങാതെ പോകാറില്ല. വട്ടോൺ പാറയിൽ നിന്നും 2 കിലോമീറ്റർ മാത്രം ദൂരമാണ് പുന്നയാർ വെള്ളച്ചാട്ടത്തിലേക്കുള്ളത്. സുരക്ഷാ ഉദ്യോഗസ്ഥരെ കൂടി നിയമിച്ചാൽ ഇവിടുത്തെ അപകടാവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകും. ന്യൂസ് 18 ഇടുക്കി. കാസർഗോഡ് പീലിക്കോട് മാണിയാട്ട് ശിശുമന്ദിരം റോഡിൽ വെള്ളക്കെട്ട് രൂക്ഷമാണ്. പ്രശ്നത്തിൽ അധികൃതരുടെ നിസ്സംഗതയിൽ പ്രതിഷേധിച്ച് നാട്ടുകാർ തോണിയിറക്കി. ഓവുചാൽ നിർമ്മാണത്തിലെ അശാസ്ത്രീയതയാണ് ഈ പ്രദേശം വെള്ളക്കെട്ടിലാകാൻ കാരണമെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. മഴ ശക്തമായാൽ വെള്ളക്കെട്ടിന്റെ പിടിയിലാകും പീലിക്കോട് മാണിയാട്ട് ശിശുമന്ദിരം റോഡിലെ 100ഓളം കുടുംബങ്ങൾ. അശാസ്ത്രീയമായ ഓവുചാൽ നിർമ്മാണത്തെ തുടർന്നാണ് 3 വർഷമായുള്ള ദുരിതം. പരാതി നൽകി സൈ കേട്ടതോടെ നാട്ടുകാർ പ്രതിഷേധിച്ചു. 100ഓളം വീട്ടുകാർ ഈ റോഡുമായി ബന്ധപ്പെട്ട് ഇതിനപ്പുറം താമസിക്കുന്നുണ്ട്. നമ്മുടെ ആ 100ഓളം വീടുകൾക്ക് ഒരു കണക്ട് മെയിൻ റോഡ് തൃക്കരിപ്പൂർ മെയിൻ റോഡിലേക്ക് ഒരു കണക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു കാണുന്ന നമ്മൾ ഇപ്പോൾ നേരത്തെ കണ്ട ആ റോഡാണ്. അപ്പോൾ ഇത് ഒരുപാട് കുട്ടികൾ വയസ്സായവർ എല്ലാവരും ഈ വീടുകളിൽ താമസിക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞാൽ നമുക്ക് തൃക്കരിപ്പൂരൊക്കെ പോലെ ചെറുപത്തൂരൊക്കെ പോകണമെങ്കിൽ പോകാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ് ഈ നിലവിലുള്ളത്. ഒരു 2-3 മഴ അടുപ്പിച്ച് പെയ്ത് കഴിഞ്ഞാൽ കാലവർഷം ശക്തിപ്പെടണത്രേ. കർക്കിടക മാസമാണ് വരാനുള്ളത്. അപ്പോൾ ഒരു ശക്തിപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇതിലും വലിയ ഒരു വെള്ളക്കെട്ടുകൾ രൂപപ്പെടുന്നതായിട്ടാണ് കാണാനുള്ളത്. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി, അംഗൻവാടി എന്നിവയും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. റോഡും അനുബന്ധമായി ഓവുചാലും നിർമ്മിച്ചതോടെയാണ് പ്രദേശത്തെ വെള്ളക്കെട്ട് ഇത്ര രൂക്ഷമായത്. ഓവുചാലിന്റെ അശാസ്ത്രീയമായ നിർമ്മാണം മൂലം എതിർദിശയിലേക്കാണ് വെള്ളമൊഴുകുന്നത്. ഇതോടെ ഓവുചാൽ തുടങ്ങുന്ന മാണിയാട്ട് ഭാഗത്ത് വെള്ളക്കെട്ട് രൂക്ഷമായി. ന്യൂസ് 18 പീലിക്കോട്. കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സ് അവതരിപ്പിച്ച അക്കാപ്പല്ല സമൂഹമാധ്യമങ്ങളിൽ തരംഗമാണ്. സംഗീത ഉപകരണങ്ങളുടെ സഹായമില്ലാതെ 252ഓളം ട്രാക്കുകളിലായിട്ടാണ് വായും കൈയും ഉപയോഗിച്ച് പുറപ്പെടുവിക്കുന്ന ശബ്ദം ഉപയോഗിച്ച് ഗാനം അവർ ഇറക്കിയത്. കഴിഞ്ഞ വർഷങ്ങളിൽ ഇവർ പുറത്തിറക്കിയ 2 ഗാനങ്ങൾ ഏറെ ജനപ്രീതി പിടിച്ചു പറ്റിയിരുന്നു. സംഗീതോപകരണങ്ങളുടെ അകമ്പടിയില്ലാതെ അക്കാപ്പല്ല സംഗീതം കൊണ്ട് വിസ്മയമൊരുക്കിയിരിക്കുകയാണ് ഒരു കൂട്ടം സിസ്റ്റർമാർ. ദി പ്രീസ്റ്റ് എന്ന മലയാളം സിനിമയിലെ സൂപ്പർ ഹിറ്റ് ഗാനമാണ് ഇത്തവണ സിസ്റ്റർമാർ അക്കാപ്പല്ലയ്ക്കായി ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. സംഗീത ഉപകരണങ്ങളില്ലാതെയാണെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിലാണ് ഈ ഗാനവും ഇവർ തയ്യാറാക്കിയത്. മുൻ വർഷങ്ങളിൽ പുറത്തിറക്കിയ വോളിയം 1ഉം 2ഉം ഹിറ്റായതുപോലെ വോളിയം 3ഉം സംഗീതപ്രേമികൾ ഇതിനോടകം ഏറ്റെടുത്തു കഴിഞ്ഞു. റിലീസ് ചെയ്ത ആദ്യ മണിക്കൂറിൽ തന്നെ ആയിരക്കണക്കിന് ആസ്വാദകരാണ് ഈ വ്യത്യസ്ത സംഗീത സൃഷ്ടി ഏറ്റെടുത്തത്. CMC സന്യാസിനികൾ അവതരിപ്പിച്ച 3ാമത്തെ അക്കാപ്പല്ലയും റിലീസായിരിക്കുകയാണ്. പരിശുദ്ധ അമ്മയുടെ നാമത്തിലുള്ള ഒരു മനോഹരമായ ഗാനം
അക്കാപ്പില്ല രൂപത്തിൽ അവതരിപ്പിക്കാൻ കഴിഞ്ഞത് ഏറെ സന്തോഷം നൽകുന്ന കാര്യമാണ്. കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി വളരെയേറെ താളലയങ്ങൾ ചേർത്ത് പുതുതായി അവതരിപ്പിച്ച ഈ അക്കാപ്പില്ലയും ജനഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചു എന്നതിൽ ഞങ്ങൾക്കേറെ സന്തോഷമുണ്ട്. CMC പ്രൊവിൻഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ മെറീന, മീഡിയ കൌൺസിലർ സിസ്റ്റർ സീന മരിയ എന്നിവരുടെ നേതൃത്വത്തിൽ കോതമംഗലം CMC പാവനാത്മ പ്രൊവിൻസിലെ സിസ്റ്റേഴ്സാണ് ഗാനം അവതരിപ്പിച്ചിരിക്കുന്നത്. തൊടുപുഴ വിമല പബ്ലിക് സ്കൂൾ അധ്യാപകനായ സാജോ ജോസഫാണ് ഇവ ചിട്ടപ്പെടുത്തിയത്. URF റെക്കോർഡ് ബുക്കിൽ ഇടം നേടിയ അക്കാപ്പല സിസ്റ്റേഴ്സിൻ്റെ മൂന്നാമത്തെ അക്കാപ്പലയും സൂപ്പർ ഹിറ്റായതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഇത് ഒരു കൂട്ടായ്മയുടെ വിജയമാണ്. ഒരുപാട് നാളത്തെ കഷ്ടപ്പാടിൻ്റെ ഒരു ഫലമാണ് ഇന്ന് ഈ അക്കാപ്പല രീതിയിൽ നിങ്ങൾ കാണുന്നത്. 252ഓളം ട്രാക്കുകളിലായി നിങ്ങൾ കേൾക്കുന്ന ഈ അക്കാപ്പലയിൽ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദങ്ങളെല്ലാം സിസ്റ്റേഴ്സ് അവരുടെ കൈകൊണ്ടും വായകൊണ്ടും മാത്രം സൃഷ്ടിച്ചെടുത്തിട്ടുള്ള ശബ്ദങ്ങളാണ്. സാജോ ജോസഫ്, സിസ്റ്റർ ദീപ്തി മരിയ, സിസ്റ്റർ സാഫല്യ, സിസ്റ്റർ തെരേസ എന്നിവരാണ് ക്യാമറയും എഡിറ്റിംഗും നിർവഹിച്ചിരിക്കുന്നത്. CMC സന്യാസിനി സഭയുടെ യൂട്യൂബ് ചാനലായ CMC വിഷനിലാണ് ഗാനം റിലീസ് ചെയ്തിരിക്കുന്നത്. ന്യൂസ് 18 തൊടുപുഴ. ജനാധിപത്യ രീതിയിൽ വോട്ട് ചെയ്തതിന്റെ ആവേശത്തിലാണ് കണ്ണൂർ ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിലെ വിദ്യാർത്ഥികൾ. ലീഡർ, ഡെപ്യൂട്ടി ലീഡർ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പാണ് സ്കൂളിൽ നടന്നത്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ ഉപയോഗിച്ചാണ് കണ്ണൂർ ചെണ്ടയാട് സരസ്വതി വിജയം UP സ്കൂളിൽ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് നടന്നത്. ആദ്യമായാണ് ഒരു പൊതുവിദ്യാലയം VVPAT ഉൾപ്പെടെയുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനം ഉപയോഗിച്ച് തിരഞ്ഞെടുപ്പ് നടത്തുന്നത്. തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം മുതൽ പൊതുതെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചുകൊണ്ടാണ് തിരഞ്ഞെടുപ്പ് നടന്നത്. ജനാധിപത്യ രീതിയിലുള്ള വോട്ടിംഗ് രീതിയെക്കുറിച്ച് പഠിക്കാൻ കഴിഞ്ഞതായി വിദ്യാർത്ഥികൾ പറഞ്ഞു. ഈ വോട്ടെടുപ്പിലൂടെ ഇപ്പോൾ ഇവിടെ ഡിജിറ്റലൈസ് വോട്ടിംഗ് മെഷീനാണ് യൂസ് ചെയ്തത് ഈ കൊല്ലം മുതൽ. അപ്പോൾ ഈ വോട്ടെടുപ്പിലൂടെ എങ്ങനെയാണ് വോട്ട് ചെയ്യുക ശരിക്കും എന്ന് മനസ്സിലായി. കഴിഞ്ഞ വട്ടമൊക്കെ കമ്പ്യൂട്ടർ കൊണ്ടായിരുന്നു വോട്ടിംഗ് ഒക്കെ ചെയ്തിരുന്നത്. അപ്പോൾ ഫസ്റ്റ് നല്ല പേടിയുണ്ടായിരുന്നു, പിന്നെ അത് ശരിയായി. പിന്നെ വോട്ടിംഗ് ഹാൾ കയറിയപ്പോൾ അത് ശരിയായി. വോട്ടിംഗ് വളരെ ലളിതമാണെന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എങ്ങനെയാണ് നമ്മളൊരു വോട്ട് ചെയ്യുക എന്നുള്ളത് ആദ്യമൊക്കെ ഭയങ്കര പേടിയായിരുന്നു, എങ്ങനെ വോട്ട് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ അവിടെ പോയിട്ട് നമ്മൾ സ്ഥാനാർത്ഥിയുടെ പേര് നോക്കിയിട്ട് നമുക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ശബ്ദം ഉണ്ടാകുമ്പോൾ വോട്ടായി എന്നത് എനിക്ക് മനസ്സിലായി. നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്. വിദ്യാർത്ഥികളിൽ ജനാധിപത്യ അവബോധം വളർത്തുവാനും ഇലക്ട്രോണിക് വോട്ടിംഗ് സംവിധാനമുള്ള തിരഞ്ഞെടുപ്പ് രീതി കുട്ടികളെ പരിചയപ്പെടുത്തുവാനുമാണ് ഇലക്ഷന്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് വോട്ടിംഗ് നടത്തിയതെന്ന് അധ്യാപകർ പറഞ്ഞു. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ കുട്ടികളെ പരിചയപ്പെടാനും തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളെ പറ്റിയും കുട്ടികൾക്ക് മനസ്സിലാക്കണം. ഭാവിയിൽ അവരെ നമ്മുടെ ജനാധിപത്യ സമ്പ്രദായത്തെ പറ്റിയും വോട്ടിംഗ് രീതിയെ പറ്റിയും കുട്ടികൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല രീതിയിലാണ് നമ്മുടെ വിദ്യാലയത്തിലെ പരിപാടി ആസൂത്രണം ചെയ്തിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിന്റെ എല്ലാ ഘട്ടങ്ങളും പാലിച്ചു. അതായത് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം, നാമനിർദ്ദേശ പത്രിക സമർപ്പണം, അതിൻ്റെ സൂക്ഷ്മ പരിശോധന, അത് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കൽ, ചിഹ്നം അനുവദിക്കൽ തുടങ്ങിയ എല്ലാ ഘട്ടങ്ങളും കൃത്യമായി പാലിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. കുട്ടികൾക്ക് പ്രചരണത്തിനുള്ള അവസരം നൽകി വളരെ ആവേശത്തോടുകൂടി കുട്ടികൾ പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു. അവർ പോസ്റ്റർ തയ്യാറാക്കി, ക്ലാസ്സുകളിൽ പോയി വോട്ടർമാരെ കണ്ടു, വോട്ട് അഭ്യർത്ഥിച്ചു. വളരെ ആവേശമാണ് കുട്ടികൾക്കുള്ളത്. 7 സ്ഥാനാർത്ഥികൾ, എല്ലാവരും ഒന്നിനൊന്ന് മെച്ചപ്പെട്ട സ്ഥാനാർത്ഥികൾക്കാണ്. വോട്ടിംഗ് നടത്താൻ ആവശ്യമായ സാങ്കേതിക സഹായം നൽകിയത് മട്ടന്നൂർ ആസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയായ ഇൻക്രാമാനിയ പ്രൈവറ്റ് ലിമിറ്റഡിലെ അക്ഷയ്, ശ്രീരാഗ് എന്നിവരാണ്. രണ്ടുപേരും എഞ്ചിനീയറിംഗ് കൺസൾട്ടൻസ് ആണ്. ന്യൂസ് 18 കണ്ണൂർ. മുഖം കാണാതെ കാൽപാദങ്ങൾ നോക്കി ആളുകളെ തിരിച്ചറിയുന്ന ഒരാളുണ്ട് തൃശ്ശൂരിൽ. അരിമ്പൂർ സ്വദേശി സജീവനാണ് 500 ജോഡി കാൽപാദങ്ങൾ നോക്കി അവരുടെ പേരുകൾ തെറ്റാതെ പറഞ്ഞതിന് ലിൻക ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ ഇടം പിടിച്ചത്. തൃശൂർ അരിമ്പൂർ സെന്ററിലെ ഓട്ടോറിക്ഷ ഡ്രൈവറാണ് സജീവൻ മച്ചാടത്ത്. സൂക്ഷ്മ നിരീക്ഷണവും ഓർമ്മശക്തിയും കൊണ്ട് ശ്രദ്ധേയനായ വ്യക്തി. കാൽപാദങ്ങൾ മാത്രം കണ്ട് ആളുകളെ തിരിച്ചറിയാൻ പ്രത്യേക കഴിവുണ്ട് സജീവന്. 2009 മെയ്യിൽ അരിമ്പൂർ പരക്കാട് UP സ്കൂളിൽ നടന്ന പരിപാടിയിലാണ് 500 പേരുടെ കാൽപാദങ്ങൾ നോക്കിയ ആളുകളെ തിരിച്ചറിഞ്ഞത്. തിരിച്ചറിഞ്ഞവരിൽ സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരും ഉൾപ്പെടുന്നു. പ്രത്യേകം ഒരുക്കിയ മറക്ക് പുറകിലിരുന്ന് 2 കാലുകൾ മാത്രം നോക്കിയാണ് ആളുകളെ തിരിച്ചറിയുന്നത്. അരിമ്പൂരിൽ നടന്ന ഈ പ്രകടനത്തിന് ലിങ്ക ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ 2011 നാഷണൽ റെക്കോർഡ് സജീവൻ കരസ്ഥമാക്കി. എനിക്ക് കഴിവ് തോന്നാൻ തന്നെ കാരണം വണ്ടിയിൽ വരുന്ന ആളുകളൊക്കെ ഞാൻ കാര്യം ശ്രദ്ധിക്കാറുണ്ട്. അപ്പോൾ വണ്ടിയിൽ കയറുന്ന ആൾക്കാർ നമ്മൾ ശ്രദ്ധിച്ച് കുറേ ആളുകളൊക്കെ ആദ്യം നമുക്ക് ബൈഹാർട്ട് വരെയായി. പിന്നെ ഓട്ടോറിക്ഷ തമാശയ്ക്ക് വേണ്ടി വെറ്റ് വയ്ക്കാറുണ്ട്. ടാക്സി വേട്ടയിലൊക്കെ അത് വെറ്റ് വെച്ചിട്ട് നമ്മൾ നിസ്സാര ചെറിയ ചെറിയ വെറ്റുകൾ, ആ വെറ്റുകളൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ഒരു ദിവസം
ഒരു 3 കൊല്ലമായിട്ട് ഗൾഫിൽ പോയിട്ട് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ വിളിച്ചു കൊടുന്നു, അയാളുടെ കാല് നോക്കാൻ പറഞ്ഞ് അയാളുടെ കാല് എനിക്ക് തെറ്റാതെ പറയാൻ പറ്റി. ഓട്ടോയിൽ കയറുന്ന ആളുകളുടെ കാലുകൾ നോക്കിയാണ് സജീവൻ അവരുടെ പേരുകൾ മനസ്സിൽ കുറിക്കുന്നത്. ദിവസങ്ങൾക്ക് മുമ്പ് അരിമ്പൂരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ നാട്ടുകാരുടെ ആവശ്യപ്രകാരം സജീവൻ കാലുകൾ നോക്കിയ ആളുകളെ തിരിച്ചറിഞ്ഞു. സജീവന്റെ അപൂർവ കഴിവിനെ നാട്ടുകാർ ഉപഹാരം നൽകി ആദരിച്ചു. അരിമ്പൂര് സജീവൻ ഈ വളരെ അസാധാരണമായ ഒരു കഴിവിനുടമയാണ്. അദ്ദേഹം ഈ കാല് നോക്കിയിട്ട് ആളെ ഐഡന്റിഫൈ ചെയ്യും, ആളെ തിരിച്ചറിയും. 500 പേരുടെ പാദം നോക്കി അദ്ദേഹം ഒരു സ്ക്രീനിന്റെ പിന്നിൽ ഇരുന്നിട്ട് ഈ ആളുകൾ അതിന്റെ മുമ്പിൽ വന്ന് നിൽക്കും. അപ്പൊ അവരെ കാല് നോക്കിയിട്ട് ആളുടെ പേര് ആള് വിളിച്ചു പറയും. അപ്പൊ ഇങ്ങനെ വളരെ അനിതര സാധാരണമായ സാധാരണക്കാരിൽ കാണാത്ത ഒരു സിദ്ധിവിശേഷത്തിന് ഉടമയാണ് അദ്ദേഹം. തന്റെ കഴിവുകളെ ഗിന്നസ് ബുക്കിലേക്ക് എത്തിക്കാനുള്ള ശ്രമത്തിലാണ് പക്ഷി നിരീക്ഷകൻ കൂടിയായ സജീവൻ. ന്യൂസ് 18 തൃശൂർ. ഡൽഹിയിൽ ഇന്നലെ വലിയൊരു ദുരന്തം. അത് മലയാളികൾ നെവിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥി അവിടെ സിവിൽ സർവീസ് കോച്ചിങ്ങിന് പോയതാണ്. അവിടുത്തെ ബേസ്മെന്റിൽ വെള്ളം കയറി മുങ്ങി മരിക്കുകയായിരുന്നു നെവിൻ ഡാൽവിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം രാത്രി തിരുവനന്തപുരത്തേക്ക് എത്തിക്കാൻ കഴിയുമെന്നുള്ളതാണ് പ്രതീക്ഷ. നെവിന്റെ അമ്മാവൻ ഡൽഹിയിൽ എത്തിയിട്ടുണ്ട്. നിയമം ലംഘിച്ച് പ്രവർത്തിക്കുന്ന പരിശീലന കേന്ദ്രങ്ങൾക്കെതിരെ MCD നടപടിയും ആരംഭിച്ചു. പരിശീലന കേന്ദ്രത്തിന് മുന്നിൽ വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. ER രാകേഷ് ചേരുന്നു വിവരങ്ങളുമായി. രാകേഷ്, ഈ അപ്രതീക്ഷിതവും ഞെട്ടലുളവാക്കുന്നതുമായിരുന്നു ആ വെള്ളം ഇരച്ചെത്തിയത്. ഓടവെട്ടി അങ്ങനെ എത്രമാത്രം ഇങ്ങനെ കുത്തിയൊലിച്ചെത്തുന്ന വെള്ളത്തിന്റെ ദൃശ്യങ്ങൾ പിന്നീട് കണ്ടപ്പോൾ ശരിക്കും വിറങ്ങലിച്ചു പോയി. ഈ വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുന്നത് എവിടെയാണ്, എന്താണ് ആവശ്യപ്പെടുന്നത്? അത് വലിയൊരു പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എൽദോ, നെവിൻ ഡാൽവിൻ്റെ മൃതദേഹം നിലവിൽ RML ആശുപത്രിയിലാണ് ഉള്ളത്. ഇന്നലെ രാത്രിയോടെ നെവിൻ്റെ അമ്മാവൻ ലിനു രാജ് ഡൽഹിയിലെത്തിയിരുന്നു. RML ആശുപത്രിയിലെത്തി മൃതദേഹം തിരിച്ചറിയുകയും ചെയ്തു. 10 മണിക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിക്കും. അതിനുശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. 8:45 ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള ഇൻഡിഗോ വിമാനത്തിൽ മൃതദേഹം കൊണ്ടുപോവുകയും ചെയ്യും. അതാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം സ്വദേശിയാണ് നെവിൻ ഡാൽവിൻ. പക്ഷേ കഴിഞ്ഞ 10 വർഷമായി എറണാകുളം കാരടിയിലാണ് താമസം. ഏതായാലും ജന്മനാടായ തിരുവനന്തപുരത്തേക്കാണ് മൃതദേഹം കൊണ്ടുപോകുന്നത് എന്നാണ് ഇപ്പോൾ ബന്ധുക്കൾ അറിയിക്കുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും വിദ്യാർത്ഥി പ്രതിഷേധം തുടരുകയാണ്. എൽദോ സൂചിപ്പിച്ചതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത് 2 കാര്യമാണ്. ഒന്ന്, കോച്ചിങ് സെന്റർ ഉടമകൾക്കെതിരെ നടപടി വേണം ഈ വിഷയത്തിൽ. കാരണം കോച്ചിങ് സെന്ററിന്റെ ഭാഗത്തുനിന്ന് ഗുരുതരമായ വീഴ്ചയുണ്ടായി. അതാണ് ഈ ദുരന്തത്തിലേക്ക് നയിച്ചത്. മറ്റൊന്ന്, MCD ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി വേണം. കാരണം ഇത്തരത്തിൽ അനധികൃതമായ കെട്ടിടങ്ങൾക്ക് അനുമതി നൽകുന്നത് MCD ആണ്. അല്ലെങ്കിൽ അനധികൃത കെട്ടിടങ്ങൾ ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ അതിന് നടപടിയെടുക്കേണ്ടത് MCD ആണ്. പക്ഷേ അത്തരമൊരു നടപടി ഒന്നും തന്നെ MCDയുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ ഈ 2 കൂട്ടർക്കെതിരെയും നടപടി വേണം എന്നൊരു ആവശ്യമാണ് വിദ്യാർത്ഥികൾ ഉന്നയിക്കുന്നത്. ഇന്നലെ രാത്രി സമരം അവസാനിപ്പിച്ചിരുന്നെങ്കിൽ പോലും വീണ്ടും സമരം ആരംഭിക്കുകയായിരുന്നു വിദ്യാർത്ഥികൾ. അവരിപ്പോൾ കോച്ചിങ് സെന്ററിന് മുൻപിൽ കുത്തിയിരുന്നുകൊണ്ട് പ്രതിഷേധിക്കുകയാണ്. ഏതായാലും ഈ സമരം കൂടുതൽ ശക്തമാക്കും എന്നാണ് ഇപ്പോൾ വിദ്യാർത്ഥികൾ അറിയിക്കുകയും ചെയ്തിട്ടുള്ളത്. ഏതായാലും ഈ ദുരന്തത്തിന് ശേഷം ചില നടപടികൾ MCDയുടെ ഭാഗത്തുനിന്നും ഉണ്ടായി. പ്രത്യേകിച്ച് വലിയ വിമർശനങ്ങൾ MCDക്കെതിരെ ഉയർന്ന സാഹചര്യത്തിൽ, അതായത് MCD ഇത്തരത്തിൽ കോച്ചിങ് സെന്ററിനെതിരെ നടപടിയെടുത്തു. ഇതിൽ കൂടാതെ മറ്റ് കോച്ചിങ് സെന്ററുകളും സമാനമായ രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവർക്കെതിരെയും നടപടിയെടുത്തു, അടച്ചുപൂട്ടാൻ നിർദ്ദേശം നൽകി എന്ന വിവരങ്ങളാണ് ഇപ്പോൾ MCD അധികൃതർ നൽകുന്നത്. കാരണം ഈ ഓൾഡ് രജീന്ദ്രനഗർ മേഖല എന്ന് പറയുന്നത് IAS കോച്ചിങ് സെന്ററുകൾ, നിരവധി കോച്ചിങ് സെന്ററുകളുണ്ട്. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ അവിടെ പഠിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ സമാനമായ രീതിയിൽ ബേസ്മെന്റിൽ ലൈബ്രറി പലയിടത്തും പ്രവർത്തിക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ MCD അധികൃതർ പറയുന്നത്. മാത്രവുമല്ല, ഇപ്പോൾ അപകടമുണ്ടായ റാവൂസ് കോച്ചിങ് സെന്ററിന്റെ ഏറ്റവും താഴെ ബേസ്മെന്റിലായിരുന്നു ഇത്തരത്തിൽ ലൈബ്രറി പ്രവർത്തിച്ചിരുന്നത്. അത് അനുമതിയില്ലാതെയാണ് അത്തരമൊരു പ്രവർത്തനം നടന്നത് എന്ന് MCD ഉദ്യോഗസ്ഥർ സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പം ഫയർഫോഴ്സിന്റെ NOC ഒന്നും തന്നെ ലഭിക്കുകയും ചെയ്തിരുന്നില്ല. ബേസ്മെന്റിൽ അനുമതി ഉണ്ടായിരുന്നത് സ്റ്റോർ റൂമിനും ഒപ്പം തന്നെ പാർക്കിങ്ങിനുമായിരുന്നു. ഇത് കൂടാതെ സാധാരണഗതിയിൽ ബേസ്മെന്റ് ആണെങ്കിൽ പോലും അവിടെ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ ഈ റാവൂസ് കോച്ചിങ് സെന്ററിന്റെ ബേസ്മെന്റിൽ ഡ്രെയിനേജ് പോലും ഉണ്ടായിരുന്നില്ല. ഇതാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് അടക്കം പറയുന്നത്. ഏതായാലും ഇത്തരത്തിൽ അനധികൃതമായുള്ള കെട്ടിടങ്ങൾക്കെതിരെ നടപടിയെടുക്കുമെന്ന് MCD ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആവർത്തിക്കുന്നുണ്ട്. എൽദോ, ശരി. ER രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ന്യൂസ് ഡെസ്കിൽ നിന്ന്. വലിയൊരു ദുരന്തമാണ് അത്. നെവിൻ്റെ മൃതദേഹം ഡൽഹിയിലുണ്ട്. പോസ്റ്റ്മോർട്ടം നടത്തി രാത്രിയോടുകൂടി തിരുവനന്തപുരത്തേക്ക് എത്തിക്കും.
മലയാളിക്ക് വാഹനങ്ങളോടുള്ള ഇഷ്ടം വളരെയേറെയാണ്. വിവിധതരം ബൈക്കുകളും കാറിനോടുമൊക്കെ നീളുന്നു ആ ഇഷ്ടം. എന്നാൽ പൊന്നാനി സ്വദേശി അരവിന്ദന്റെ ഇഷ്ടം വേറെ ലെവലാണ്. KSRTC ബസ്സിനോടാണ് ഇദ്ദേഹത്തിന് താല്പര്യം. കുട്ടിക്കാലം മുതൽ യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പൊന്നാനി സ്വദേശിനി TV അരവിന്ദന്. യാത്രകൾ തെരഞ്ഞെടുക്കുന്നതാകട്ടെ KSRTC ബസ്സും. യാത്ര പോകാനില്ലെങ്കിലും വെറുതെ നാട്ടിലെ റൂട്ടിൽ KSRTC ബസ്സിൽ യാത്ര നടത്തും. വീടിന് ആനവണ്ടിയുടെ രൂപം നൽകണമെന്നാണ് അരവിന്ദന്റെ ആഗ്രഹം. KSRTC ബസ്സിനോടുള്ള ഇഷ്ടം കൊണ്ട് ബസ്സിന്റെ 2 മിനിയേച്ചറുകളും അരവിന്ദൻ സ്വന്തമാക്കി. KSRTCയോട് എനിക്ക് ചെറുപ്പം വളരെ മുന്നത്തെ ചെറുപ്പം മുതൽ തന്നെ അതിന് വല്ലാത്തൊരു ആരാധനയും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അവനൊരു വലിയൊരു ഇഷ്ടമായിരുന്നു. വണ്ടി കാണാൻ ഞാൻ നോക്കി നിൽക്കാറുണ്ട്. പിന്നെ കൂടുതൽ ഞാൻ അതിൽ ആ കാലത്ത് ഇപ്പോഴും അതെ കൂടുതൽ ഞാൻ അതിൽ യാത്ര ചെയ്യാറ്. അതിൽ എവിടെ പോകുമ്പോഴേ ഇപ്പോൾ ഇവിടുന്ന് പൊന്നാനി പോകുന്ന പുറപ്പെടുന്ന ബസ് ഇല്ലെങ്കിൽ ഇവിടുന്ന് എടപ്പാട് പോയി അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ തൃശ്ശൂർക്ക് കോഴിക്കോട് പോകേണ്ട KSRTCയിലേ കയറുള്ളൂ. അതിൽ യാത്ര ചെയ്യാൻ സുഖമാണ്. ഇവിടുത്തെ സുഖമായും സമാധാനമായും യാത്ര ചെയ്യാൻ പറ്റിയ വാഹനം KSRTC തന്നെയാണെന്നാണ് അരവിന്ദൻ പറയുന്നത്. പുതിയ പരിഷ്കാരങ്ങളും അംഗീകരിക്കുന്നുണ്ട്. ഇനിയും KSRTCയിൽ തന്നെ യാത്ര ചെയ്യാനാണ് ഈ ആനവണ്ടി പ്രേമിയുടെ തീരുമാനം. ന്യൂസ് 18 തിരൂർ. 140 ഭാഷകളിൽ പാടി ഗിന്നസ് ലോക റെക്കോർഡിട്ട പ്രവാസി മലയാളി സുജേത സതീഷിന്റെ സംഗീത പരിപാടി കൊച്ചിയിൽ നടന്നു. സുപ്രസിദ്ധ സംഗീതജ്ഞൻ ജെറി അമൽദേവിന്റെ ശിഷ്യയാണ് സുജേത. കേരളത്തിൽ സുജേത അവതരിപ്പിച്ച ആദ്യത്തെ സംഗീത പരിപാടി കൂടിയായിരുന്നു കൊച്ചിയിലേത്. സംഗീതം ഭാഷകൾക്ക് അതീതമാണെന്ന് അടയാളപ്പെടുത്തുകയാണ് പ്രവാസി മലയാളിയായ ഈ പെൺകുട്ടി. കഴിഞ്ഞ വർഷം ദുബായിൽ നടന്ന പരിപാടിയിൽ 9 മണിക്കൂർ കൊണ്ട് 140 ഭാഷകളിലെ പാട്ടുകൾ പാടി വിസ്മയം തീർത്തു. 39 ഇന്ത്യൻ ഭാഷകളും 101 ലോകഭാഷകളിലുമുള്ള ഗാനങ്ങൾ. 3-ാം വയസ്സു മുതൽ സംഗീതം പഠിക്കുന്ന സുജേത തന്റെ തന്നെ റെക്കോർഡാണ് അന്ന് തിരുത്തിയതും. ഗുരുനാഥൻ ജെറി അമൽദേവുമൊത്താണ് സുജേത കൊച്ചിയിലെ വേദിയിലെത്തിയത്. ഗുരുനാഥനോടുള്ള ആദരമായി ജെറി അമൽദേവിന്റെ പാട്ടുകളാണ് വേദിയിൽ അവതരിപ്പിച്ചത്. ദുബായിൽ ജോലി ചെയ്യുന്ന ഡോക്ടർ TC സതീഷിന്റെയും സുമിത ആയില്യത്തിന്റെയും മകളാണ് സുജേത. കോഴിക്കോട് ടൗൺ ഹാളിൽ ഓഗസ്റ്റ് 2 വൈകിട്ടാണ് സുജേതയുടെ അടുത്ത സംഗീത പരിപാടി. ന്യൂസ് 18 കൊച്ചി. വാദസംബന്ധമായ അസുഖങ്ങൾക്ക് ആശ്വാസമാണ് കൊട്ടം ചുക്കാദി തൈലം. കർക്കിടകം തുടങ്ങുന്നതിന് മുൻപേ കാസർഗോഡ് പടന്ന ഗ്രാമപഞ്ചായത്ത് 9-ാം വാർഡിലെ വീടുകളിൽ ചൂടോടെ കൊട്ടം ചുക്കാദി തൈലമെത്തും. വാർഡ് മെമ്പറും സിനിമാ താരവുമായിട്ടുള്ള PP കുഞ്ഞികൃഷ്ണനാണ് ഈ വേറിട്ട പദ്ധതി നടപ്പാക്കുന്നത്. കോരിച്ചൊരിയുന്ന കർക്കിടകം വരികയായി. വാദസംബന്ധമായ അസുഖങ്ങൾ അധികരിക്കുന്ന കാലം. കൈകാൽ വേദന, തരിപ്പ്, ഉളുക്ക് എന്നിവയ്ക്കെല്ലാമുള്ള സിദ്ധ ഔഷധമാണ് ഇവിടെ നാട്ടുതനിമയിൽ തയ്യാറാക്കുന്നത്. തൃക്കരിപ്പൂരിലെ KV കൃഷ്ണപ്രസാദ് വൈദ്യരുടെ മേൽനോട്ടത്തിലാണ് കൊട്ടം ചുക്കാദിയുടെ നിർമ്മാണം. പ്രായം കൂടുമ്പോഴും മറ്റും നമ്മൾക്ക് കാലിന് മുട്ടുവേദന, നടുവേദന, ഷോൾഡർ വേദന, ഈ തരത്തിലുള്ള വേദനകൾ, പിന്നെ വർഷകാലത്ത് അതായത് കർക്കിടകം വന്ന് പറക്കുന്ന സമയത്ത് കൈകാലിനെല്ലാം ഉണ്ടാകുന്നതെല്ലാം വയലേലകളിൽ ജോലി ചെയ്യുന്ന പ്രായമുള്ളവർക്ക് കൈകാലിൽ തൊട്ട് പുരട്ടുകയാണെങ്കിൽ തരിപ്പ് വേദനകളെല്ലാം ശമിക്കും. പിന്നെ പുഴുക്കടി മുതലായവയൊന്നും ഉണ്ടാവുകയില്ല. പ്രായമുള്ളവർക്കും ചെറുപ്പക്കാർക്കൊക്കെ ഇതിന് വേദന ശമനത്തിന് അത്യുത്തമമാണ്. പാരമ്പര്യമായി തലമുറകളായി അച്ഛൻ മുഖേന കിട്ടിയത് ഞങ്ങൾ പാരമ്പര്യമായി നിർമ്മിച്ച് നൽകുന്നതാണ്. പുളിയില, ഉമ്മത്തില, വെളുത്ത എരിക്കില, കൊട്ടം, ചുക്ക്, വയമ്പ്, ദേവദാരം തുടങ്ങിയ ആയുർവേദ മരുന്നുകൾ ചേർത്താണ് തൈലം തയ്യാറാക്കുന്നത്. ഇവ നാട്ടിൽ നിന്നും തന്നെ ശേഖരിച്ചാണ് തൈലം നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. ഇലമരുന്നുകൾ ഇടിച്ചു പിഴിഞ്ഞതും തറിമരുന്നുകൾ ചതച്ചതുമെല്ലാം സ്വയം സന്നദ്ധരായി എത്തിയ 20ഓളം സ്ത്രീകളാണ്. തീർത്തും സൗജന്യമായിട്ടാണ് ഇത് വിതരണം ചെയ്യുക. നമ്മുടെ വാർഡിൽപ്പെട്ട
എല്ലാ വയോജനങ്ങൾക്കും നൽകുന്നതിനു വേണ്ടി നമ്മുടെ ഒരു കൂട്ടായ്മയിലൂടെ, വാർഡിലെ എല്ലാവരുടെയും കൂട്ടായ്മയിലൂടെ ഉണ്ടാക്കുന്ന കൊട്ടൻ ചുക്കാതി തൈലം, പ്രത്യേകിച്ച് നമ്മുടെ തൃക്കരിപ്പൂർ കൃഷ്ണപ്രസാദ് വൈദ്യരുടെ നേതൃത്വത്തിൽ, സഹായത്തിൽ ആണ് ഇത് നിർമ്മിക്കുന്നത്. ഈ കൂട്ടായ്മയിൽ എല്ലാവരുടെയും പങ്കാളിത്തമുണ്ട്. വെള്ളോട്ടുരുളിയിൽ തൈലത്തിന്റെ തിള പൊന്തും മുമ്പേ ആവശ്യക്കാർ എത്തി തുടങ്ങിയിരുന്നു. തയ്യാറാക്കിയ തൈലം വാർഡിലെ വയോജനങ്ങൾക്ക് സൗജന്യമായി വിതരണം ചെയ്തു. പരമ്പരാഗതമായി പകർന്നു കിട്ടിയ അറിവിലൂടെ തയ്യാറാക്കുന്ന ഈ കൊട്ടം ചുക്കാതി തൈലം അല്പം സ്പെഷ്യലാണ് എന്നാണ് കൃഷ്ണപ്രസാദ് വൈദ്യർ പറയുന്നത്. ന്യൂസ് 18 പടന്ന. നാടകപ്രവർത്തകനും MLA-യുമായ ജോൺ ഫെർണാണ്ടസ് രചിച്ച നോവൽ പ്രകാശനം ചെയ്തു. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി കനൽ കൊച്ചി എന്ന നോവലിന്റെ പ്രകാശനം നിർവഹിച്ചു. സംവിധായകനും ക്യാമറമാനുമായ രാജീവ് രവി പുസ്തകം ഏറ്റുവാങ്ങി. കൊച്ചിയുടെ പഴയ ഒരു കാലത്തെ രാഷ്ട്രീയത്തെയും നാടക പ്രവർത്തനങ്ങളെയുമാണ് തന്റെ നോവലിലൂടെ ജോൺ ഫെർണാണ്ടസ് പരിചയപ്പെടുത്തുന്നത്. PJ ആന്റണി മെമ്മോറിയൽ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച പരിപാടിയിൽ CPM ജില്ലാ സെക്രട്ടറി CN മോഹൻ അധ്യക്ഷത വഹിച്ചു. മേയർ അഡ്വക്കേറ്റ് M അനിൽകുമാർ, സാഹിത്യകാരന്മാരായിട്ടുള്ള PF മാത്യൂസ്, ബോണി തോമസ് എന്നിവരും സംസാരിച്ചു. ഒരു പുസ്തകം നമ്മുടെ RK വെഡിംഗ് മാളിന്റെ 7ാമത് ഷോറൂം കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. നടൻ ചിയാൻ വിക്രം ഉദ്ഘാടനം നിർവഹിച്ചു. 4 നിലകളിലായി 300 വിവാഹ പാർട്ടികൾക്ക് ഒരേ സമയം തുണിത്തരങ്ങൾ തിരഞ്ഞെടുക്കുന്നതിനും 500-ലധികം കാറുകൾ പാർക്ക് ചെയ്യാനും കഴിയും വിധമാണ് RK മാൾ ഒരുക്കിയിരിക്കുന്നത്. ഏറ്റവും വലിയ വെഡിംഗ് ഡെസ്റ്റിനേഷൻ എന്നതിനൊപ്പം ഏറ്റവും മികച്ച കുടുംബ വസ്ത്രാലയം കൂടിയാണ് കൊല്ലം കോളയത്തോടെ പ്രവർത്തനം ആരംഭിച്ച RK മാൾ എന്ന് മാനേജിംഗ് ഡയറക്ടർ നവാസ് MP അറിയിച്ചു. ഈ ശിരൂരിലെ ആ ദുരന്തം, അതിൻ്റെ തെരച്ചിലൊക്കെ ഇങ്ങനെ അനിശ്ചിതത്വത്തിലായിരിക്കുന്ന സാഹചര്യമാണ്. അപ്പോഴൊക്കെ നമ്മൾ ഓർക്കുന്ന ഒരു കാര്യം അത് കവളപ്പാറയിലെ ദുരന്തമായിരിക്കും. അർജുൻ എവിടെയാണോ അതുപോലെ തന്നെ കാണാമറയത്തുള്ള ഒരുപാട് പേർ ഇപ്പോഴുമുണ്ട് അവിടെ. 2019 നിലമ്പൂർ കവളപ്പാറയിൽ മുത്തപ്പൻ കുന്ന് ഇടിഞ്ഞിറങ്ങിയൊരു ദുരന്തമുണ്ടാകുന്നു. 59 പേരുടെ ജീവൻ അന്ന് അവിടെ പൊലിഞ്ഞു. ഇനിയും കണ്ടെത്താൻ കഴിയാതെ മണ്ണിന് അടിയിലാണ് 11 പേർ. 5 വർഷങ്ങൾ കഴിയുമ്പോഴും അവരെക്കുറിച്ചുള്ള ഓർമ്മകൾ അത് വിട്ടുമാറുന്നില്ല പ്രിയപ്പെട്ടവർക്ക്. ഈ റിപ്പോർട്ടോടുകൂടി മോർണിംഗ് വൈബ്സ് പൂർത്തിയാവുകയാണ്. നമസ്കാരം. 2019 ഓഗസ്റ്റ് 8-നായിരുന്നു നിലമ്പൂർ കവളപ്പാറയിൽ കേരളത്തെ നടുക്കിയ മണ്ണിടിച്ചിൽ ദുരന്തമുണ്ടായത്. മുത്തപ്പൻകുന്ന് ഇടിഞ്ഞിറങ്ങിയപ്പോൾ ഓർമ്മയായിപ്പോയത് 59 പേരാണ്. ദിവസങ്ങളോളം നീണ്ട തെരച്ചിലിനൊടുവിൽ ലഭിച്ചത് 48 പേരുടെ ശരീരാവശിഷ്ടങ്ങൾ മാത്രം. 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട്. വർഷങ്ങൾക്കിപ്പുറം അന്നത്തെ ദുരന്തത്തെ അതിജീവിച്ച പലരും പല നാടുകളിലാണ്. നമ്മോടൊപ്പം അവരിൽ ചിലർ പങ്കുവയ്ക്കുകയാണ് മണ്ണിനടിയിൽ അകപ്പെട്ട അവരുടെ പ്രിയപ്പെട്ടവരുടെ ഓർമ്മകളും അവരെക്കുറിച്ചുള്ള വേദനകളും. ശിരൂരിലെ മണ്ണിടിച്ചിൽ ദുരന്തവും അർജുനുമൊക്കെ മലയാളികളുടെ മനസ്സിൽ 5 വർഷം മുൻപ് കേരളത്തെ മുഴുവൻ നടുക്കിയ ഒരു ദുരന്തമുണ്ടായി നിലമ്പൂർ കവളപ്പാറയിൽ. 59 പേരാണ് ആ ദുരന്തത്തിൽ ഓർമ്മയായത്. അതിൽ തന്നെ 11 പേർ ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ആണ്. ആ ദുരന്തത്തെ അതിജീവിച്ചവർ പലരും പല നാടുകളിലായിട്ടാണ് ഇപ്പോഴുള്ളത്. എന്നോടൊപ്പം ചേരുന്നത് ദുരന്തത്തെ അതിജീവിച്ച ശാന്ത എന്ന സ്ത്രീയാണ്. ചേച്ചി 5 കൊല്ലാവാൻ പോവാണ് അല്ലേ? 5 കൊല്ലാകാൻ പോകുന്നു. ഇപ്പൊ നമ്മള് കവളപ്പാറ വിട്ട് ഉപ്പടെ എത്തി. ഇപ്പൊ എന്താ അവസ്ഥ? ഇങ്ങനെയൊക്കെ തന്നെ പോണു. അങ്ങനെ കുറെയൊക്കെ പട്ടിണിയും പാടും അങ്ങനെയൊക്കെ ആയിട്ട് ആൾക്കാരുണ്ടായിരുന്നതൊക്കെ പോയില്ലേ. ഇപ്പോ അവരാരും ഇല്ല. കിട്ടിയെങ്കിൽ കിട്ടി. നേരം പോലത്തെ അന്ത്യാലും പോലെ കാണും പൊന്തയൊക്കെ നോക്കും നല്ലത്. ഞമ്മക്കുള്ളതൊക്കെ പോയില്ലേ, ഒറ്റപ്പെട്ട് പോയി. എന്താ ചെയ്യാ?
ശാന്തേച്ചി 11 പേരെ കിട്ടാണ്ടല്ലോ, അതില് ചേച്ചിയുടെ എത്ര പേരുണ്ട്? എൻ്റെ ആളിയാക്ക, എൻ്റെ ഏട്ടത്തിൻ്റെ ആങ്ങള, ഏട്ടത്തിൻ്റെ മക്കള്, ഒരു 4 കുട്ടികളും ഒരു തള്ളയും. അതങ്ങനെ ഒക്കെ ഇതിൻ്റെ ഇടയിൽ ഒറ്റ കുട്ടികളും കിട്ടിയില്ല. ഉള്ള കാര്യം പറയാലോ. അതിന് ഒന്നായിട്ട് പോലെ കഞ്ഞി കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്ന് പറഞ്ഞങ്ങോട്ട് എവിടെ കയറിയതായിരുന്നു എൻ്റെ വീട്ടിൽ നിന്ന്. അത് കയറിയ കയറ്റത്തില്ലേ ഇവരാന്തോളം അങ്ങനെ നടക്കല്ലേ ഓരോ പണിയൊക്കെ എടുത്തിട്ട്. നമുക്ക് പണിക്ക് പോകാതെ തിന്നാൻ കിട്ടില്ലല്ലോ. അപ്പോൾ അങ്ങനെ കഞ്ഞി കുടിക്കാൻ വേണ്ടി പോയതായിരുന്നു. ഒക്കെ പോയി കിട്ടി. ഓർമ്മയുണ്ട് അന്ന് തിരയണ സമയത്തൊക്കെ ചേച്ചി അവിടെ വന്ന് നോക്കി നിരുന്നതും കാത്തു നിരുന്നതൊക്കെ? ആ, അന്നൊക്കെ വന്ന് കണ്ടിട്ട് എനിക്കിപ്പോഴും ഞാൻ ചില നേരത്തൊക്കെ ചാനൽക്കാർ വരുമ്പോൾ പറയാൻ നിൽക്കില്ല. എനിക്കതൊന്നും മനസ്സിൽ നിന്നിട്ട് വിട്ടുമാറണില്ല. ഒറ്റപ്പെട്ട് പോയല്ലോ എന്നുള്ളൊരു 15 ദിവസം മുഴുവനെ തെരഞ്ഞിട്ടും ഇനി കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് അതുകൊണ്ട് നിർത്തിയത്. ആ, അങ്ങനെ കാട്ടിയത് പോലെ. പിന്നെ ആരും തെരഞ്ഞിട്ടുമില്ല. പിന്നെ ഒരു മെമ്പർമാരെ കണ്ടിട്ടുമില്ല. തെരയണ ആൾക്കാരെയും കണ്ടിട്ടില്ല, പാർട്ടിക്കാരെയും കണ്ടിട്ടില്ല, ആരെയും കണ്ടിട്ടില്ല. ചേച്ചിക്ക് കുറച്ചും കൂടി തെരയണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നില്ല? ഉണ്ടായിരുന്നു. പക്ഷെ അവർക്ക് അതിന് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഇപ്പൊ നമ്മൾ എന്താ ചെയ്യാ? പറഞ്ഞിരുന്നു പറയാനൊക്കെ പറഞ്ഞു തെരഞ്ഞു നോക്കണം എന്നുള്ളത്. എന്ത് പറയണ സുരക്ഷിതമായിട്ട് നിൽക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടല്ലോ. അതന്നെ, അത് എനിക്ക് സർക്കാർ ചെയ്യി തന്നെ. എന്റെ ഈ ചെറിയ പേരക്കുട്ടിയാക്കും വേണ്ടിട്ടോ. ഇതാണ് ശാന്തേച്ചിക്ക് പങ്കുവെക്കാനുള്ള ഓർമ്മകൾ. ഒരുപാട് ഓർമ്മകളുണ്ട്, പക്ഷെ അതൊന്നും പറയാൻ കഴിയില്ല. കാരണം മനസ്സിൽ അത്രമാത്രം വലിയ നോവാണ് ആ ഒരു ദുരന്തവും അതിൻ്റെ അതിജീവനവും ഒക്കെ. ഇവർക്ക് പ്രിയപ്പെട്ടവരെല്ലാം ഇന്നും ആ മണ്ണിനടിയിൽ എവിടെയോ ഉണ്ട് എന്ന ദുഃഖം ഇവരെ കുറച്ചൊന്നുമല്ല പിന്തുടരുന്നതും. ഇതിലിപ്പോൾ 5 വർഷം ആകുമ്പോഴേ നമുക്കൊക്കെ മനസ്സിലുള്ളത് 11 പേർക്ക് വേണ്ടിയുള്ളൊരു തെരച്ചിലായിരുന്നു അന്നത്തെ ബാക്കി വന്നത്. ഇപ്പോഴും അവരെ കിട്ടാനില്ലല്ലോ. ചേട്ടൻ്റെ വേണ്ടപ്പെട്ടവരൊക്കെ ഇല്ലേ? എൻ്റെ പേട രണ്ട് മൂത്ത ചേട്ടന്മാരുണ്ട്. പിന്നെ മറ്റ് അമ്മാവനും അമ്മാവൻ്റെ മക്കളും പേരക്കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു അതിൽ. അവരെ ബോഡി ഇപ്പോഴും കിട്ടാനുള്ളത്. പിന്നെ ഒക്കെ മറ്റേ ഈ വിവാദത്തിൽപ്പെട്ട ആൾക്കാർ കുറേ ആൾക്കാരുണ്ട്. തെരച്ചിൽ നിർത്തുമ്പോൾ നിങ്ങളോട് ചോദിച്ചിരുന്നില്ല? ഞങ്ങൾ ചോദിച്ചു. കാരണം 15 ദിവസം കഴിഞ്ഞിട്ട് ബോഡി കിട്ടിയിട്ട് പിന്നെ നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല. കാരണം 4-5 ദിവസം കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ആ ബോഡി കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് അതിൻ്റെ അവസ്ഥ അറിയാനായി. പിന്നെ 15 ദിവസം കഴിഞ്ഞാൽ ബോഡി കിട്ടുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ സ്ഥിതി എന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഞങ്ങൾ മനസ്സ് ഇതായിട്ട് ഞങ്ങൾ പറഞ്ഞു ഇനി ആ ബോഡി ഞങ്ങൾക്ക് കാണണമെന്ന് പറഞ്ഞ് ഞങ്ങൾ പഞ്ചായത്തിൽ പോയി പറഞ്ഞു. അവിടെ എന്തോ നേതാക്കന്മാരോടൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഒഴിവാക്കിച്ച അവിടെ തന്നെ ഉണ്ട് എന്നുള്ളൊരു ഉണ്ട് എന്നൊരു ഇത് മാത്രമേ ഉള്ളൂ. കാരണം എന്നാലും ഞങ്ങൾ അവിടെ പോയി കാണാനല്ല, ഓരോ വർഷം കൂടുമ്പോഴും പോയി കാണുന്ന എന്താ ചെയ്തു വരുന്നുണ്ട് പോയിട്ട്. പിന്നെ ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ആനശല്യം കൂടിയിട്ടുണ്ട്. ഇപ്പം അങ്ങോട്ട് പോകാൻ പറ്റാത്ത സ്ഥിതിഗതികളാണ്, എല്ലാവർക്കും അറിയാം. ജീവൻ തിരിച്ചു കിട്ടിയതിന് വലിയ ഭാഗ്യം. അതെ, ഏറ്റവും വലിയ ഭാഗ്യമാണ്. കുറച്ച് കുടുംബം പോയെന്ന് വിചാരിച്ചിട്ട് നമ്മളെ മനസ്സിൽ മറ്റേ തളർത്താനുള്ള ഇതില്ല. എന്നാലും നമ്മൾ ജീവിച്ചു പോകും എന്നുള്ള ഇതിലാണ് ഇപ്പോൾ. കാരണം ആ ഒരു ഇടിച്ചിൽ നമ്മളെ ജീവൻ തിരിച്ചു കിട്ടുന്നതിന് വലിയൊരു ഭാഗ്യം തന്നെയാണ്. കവളപ്പാറ ദുരന്തത്തിൽ ഏറ്റവും അധികം നഷ്ടമുണ്ടായത് ആ മേഖലയിലെ ആദിവാസികൾക്കാണ്. അവരിൽ പലരും ഇന്നും ആ മണ്ണിനടിയിലാണ്, ഓർമ്മയാണ്. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ചാത്തൻ മൂപ്പനാണ്. മൂപ്പൻ്റെ പ്രിയപ്പെട്ടവരായിരുന്നു ആ മേഖലയിലും അന്ന് മുഴുവൻ ഉണ്ടായിരുന്നു അല്ലേ? അതെ അതെ, നമ്മളെ ഏറ്റവും പ്രിയപ്പെട്ട സുഹൃത്തുക്കളായിരുന്നു. സുഹൃത്തുക്കളും കുടുംബങ്ങളും ആയിരുന്നു. എല്ലാം മണ്ണിനടിയിൽ പോയി. ദുരന്തത്തിന് ശേഷം പലരും പല ഭാഗത്തായി പോയില്ലേ? ദുരന്തത്തിന് ശേഷം ഞങ്ങൾ പലരും പല വഴിക്കായിപ്പോയി. പിന്നെ ക്യാമ്പിലായിട്ട് ഇവിടെ അവിടെയൊക്കെ ആയിട്ടാണ്. പിന്നെ സർക്കാർ ഓരോ വീട് വെച്ച് തന്നിട്ടുണ്ട്. ഇപ്പം അതിലൊക്കെ ചെന്ന് പാർക്കലുണ്ട്. എനിക്ക് എല്ലാവരും ഒരുമിച്ച് നിന്നിരുന്നതിൻ്റെ ഒരു ഇത് മുഴുവൻ പോയി അല്ലേ? ഒരുമിച്ച് നിന്ന എല്ലാ ഇതും പോയി. 16 പേര് പോയി. 11 പേരെ കാണാനില്ല ഇപ്പോഴും മണ്ണിനടിയിലല്ലേ? 11 പേരെ ഇപ്പം കാണാനില്ല, മണ്ണിനടിയിലാണ്. അന്ന് ഈ തെരച്ചിലൊക്കെ കുറേ ദിവസം കഴിഞ്ഞപ്പോൾ എല്ലാവരും നിർത്താൻ വേണ്ടിയൊക്കെ നോക്കിയിരുന്നല്ലോ. അന്ന് എന്ത് പറഞ്ഞിട്ടാണ് നിർത്തിയത്? ഇവരെ കാണാതെ ആയിട്ടും കിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണോ? അന്ന് അവർ അത്രയും ദിവസങ്ങൾ അവർ തിരഞ്ഞിട്ട് കിട്ടാനിട്ട് കാണാനിട്ടും അവർ ഇനി ഇതിനെ പറ്റി നോക്കിയിട്ട് കാര്യമല്ല, ഒക്കെ ദ്രവിച്ചു പോയി, എന്തോ അറിയില്ല എന്നും പറഞ്ഞു കേട്ടോ അവിടെ നിർത്തിയതാണ് അവർ. നിങ്ങളത് സമ്മതം ഉണ്ടായിരുന്നോ അന്ന്? ഞങ്ങളെ സമ്മതം ഉണ്ടായിരുന്നു.
അത്രയും ദിവസം നിന്നതല്ലേ, പിന്നെ തെരഞ്ഞിട്ട് കാര്യമില്ലെന്ന് വിചാരിച്ചിട്ട് ഞാനല്ല സമ്മതിച്ച്, നമ്മളെ ബാക്കിക്കാരെല്ലാവരും കൂടിയിട്ട് സമ്മതിച്ചു. എനിക്ക് വലിയ സമ്മതമൊന്നും ഇല്ലായിരുന്നു, ഒന്നും കൂടി തരാനെന്ന് മാത്രമേ ഉദ്ദേശം ഉണ്ടായിരുന്നു. പിന്നെ എങ്ങനെ അവർക്ക് കർമ്മങ്ങളൊക്കെ ചെയ്തോ കാണാതായ ആൾക്കാർ? ആ, കർമ്മങ്ങളൊക്കെ ചെയ്തു. ഇപ്പോൾ എല്ലാ വർഷവും ആ ദിവസം അവിടെ പോകൂലേ? ആ, എല്ലാവരും ആ ദിവസം പോകും. 5 വർഷം കഴിയുമ്പോൾ ആ മേഖല പാകെ കാട് പിടിച്ച് ആനയൊക്കെ ഇറങ്ങുന്ന പോലെ കൈ കിടക്കുകയാണ്. പോയിരുന്നു അവിടെ? പോയിരുന്നു. ഞാൻ അപ്പം 5 കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും ആകെ ആന നിന്നാലും കാണൂല, പേടിയപ്പോൾ അതിൻ്റെ അകത്തേക്ക് പോകാം. ഇതിൽ ഈ കാണാതെ ഇപ്പോഴും മണ്ണിനടിയിലുള്ളത് നിങ്ങളെ അനിയനും ആരൊക്കെ അങ്ങനെയുള്ളവർ? അളിയന്, പിന്നെ ഒരു മരുമകൻ, ഇങ്ങനെ ഒരു 10-11 ആൾക്കാർ കാണാനുണ്ട് കുടുംബത്തിൽ തന്നെ. അവരൊക്കെ കുടുംബക്കാരാണ്. അവരൊക്കെ വേണ്ടി പ്രാർത്ഥിക്കാം അല്ലേ? അവർക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടും കൊല്ലത്തിലൊരു പ്രാവശ്യം അവിടെ ഒരു കൂടലുണ്ട് ഞങ്ങൾക്ക്. അങ്ങനെ എല്ലാവരും കൂടി കൂടും. 15 ദിവസത്തിലധികം തെരച്ചിൽ നീണ്ടു. പലപ്പോഴും അവസാനം കണ്ടെടുക്കുന്ന മൃതദേഹങ്ങൾ ആരുടേതാണെന്ന് തിരിച്ചറിയാൻ പോലും കഴിയാത്ത അവസ്ഥയിലായിരുന്നു. ശരീരാവശിഷ്ടങ്ങൾ മാത്രമായിരുന്നു അവസാന ദിവസങ്ങളിൽ പലയിടത്തും കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രിയപ്പെട്ട മൃതദേഹങ്ങൾ അത് അത്തരത്തിൽ കാണാൻ വയ്യ എന്നൊരു കാരണം കൂടിയുണ്ട് തെരച്ചിൽ അവസാനിപ്പിക്കുവാൻ ഇവർ സമ്മതിച്ചതിന് പിന്നിൽ. എന്താണെങ്കിലും ഇവർക്കിന്നും ആ ഓർമ്മകൾ ഹൃദയഭേദകമാണ്. അഖിലോട്ട് പറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18.